ഗുഡ് ഈവനിങ് ഓൾ. ഓക്കെ. അപ്പോൾ ഏകദേശം എല്ലാവരും എത്തിയിട്ടുണ്ട്. നമുക്ക് ഇന്നത്തെ സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. അപ്പോൾ കിറ്റ് കിട്ടാത്തവർക്കൊക്കെ കിട്ടിയോ? ഇന്നലെ കിട്ടാതെ ഉണ്ടായിരുന്ന ആൾക്കാർക്കൊക്കെ ഇന്ന് കിട്ടിയോ? ഓക്കെ ഓക്കെ. അപ്പോൾ ഏകദേശം എല്ലാവരുടെയും കയ്യിൽ കിറ്റ് എത്തിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഒരാൾക്ക് കിട്ടിയിട്ടില്ല. ഓക്കെ. ട്രാക്കിംഗ് ഐ ഡി വാങ്ങിച്ചിട്ടുണ്ടോ? കൊറിയറിൻ്റെ ഇല്ലാന്നുണ്ടെങ്കിൽ ഗ്രൂപ്പിലൊന്ന് ചോദിച്ചാൽ മതി. ട്രാക്കിംഗ് ഐ ഡി സെൻഡ് ചെയ്ത് തരാം കേട്ടോ. ട്രാക്കിംഗ് ഐ ഡി ഒന്ന് ട്രാക്ക് ചെയ്ത് നോക്കിക്കോളൂ. ഓക്കെ. ഓക്കെ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇന്നലെ നമ്മൾ ഇൻ്റർഫേസ് ചെയ്തത് എൽ ഇ ഡിയുടെ മൊഡ്യൂളാണ്. ആ എൽ ഇ ഡിയുടെ മൊഡ്യൂൾ യൂസ് ചെയ്ത് നമ്മൾ ഫോർ ഫോർ അല്ല 3 GPIO പിന്നാണ് ഇന്നലെ നമ്മൾ പ്രോഗ്രാം ചെയ്യാൻ പഠിച്ചത് അറ്റ് എ ടൈം. അതായത് 3 LEDs നമ്മൾ ഇൻഡിവിജ്വലി കൺട്രോൾ ചെയ്യാൻ വേണ്ടി പഠിച്ചു. അതിൽ നമ്മൾ അനലോഗ് കൺട്രോളും ചെയ്തിട്ടുണ്ട്, ഡിജിറ്റൽ കൺട്രോളും ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചെയ്തത് യു ആർട്ട് കമ്മ്യൂണിക്കേഷൻ നോക്കി. അതായത് സീരിയൽ മോണിറ്റർ യൂസ് ചെയ്തിട്ട് ഓരോ എൽ ഇ ഡിയും ഇൻഡിവിജ്വലി കൺട്രോൾ ചെയ്യാൻ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ഓക്കെ. ഇന്നലെ അപ്പോൾ ഇത്രയാണ് ചെയ്തത്. ഇന്നലെ നമ്മൾ ചെയ്ത സാമ്പിൾ കോഡാണിത്. ഓക്കെ. അപ്പം ഞാൻ അതൊന്നുകൂടെ ഒന്ന് റൺ ചെയ്യാം. ഡിസ്പ്ലേ കാണാമല്ലോ അല്ലേ എല്ലാവർക്കും? പ്രസന്റ് ചെയ്തേക്കുന്ന കാണാമല്ലോ? കാണാമോ എല്ലാവർക്കും പ്രസന്റ് ചെയ്തേക്കുന്നത്? ഓക്കെ ഓക്കെ. അപ്പോൾ ഇന്നലെ നമ്മൾ ചെയ്ത പ്രോഗ്രാമാണ്. നമ്മൾ ആറെന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എൽ ഇ ഡി, ലൈക്ക് നമ്മൾ ഓരോ കമാൻഡ് കൊടുക്കുന്നതിനനുസരിച്ച് കറസ്പോണ്ടിങ് എൽ ഇ ഡിസ് തെളിയുന്ന പ്രോഗ്രാം ആയിരുന്നു. ഓക്കെ. ഞാനപ്പോൾ പിന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു കൊടുത്തുകൊണ്ടാണ് ഈ കമാൻഡ് മാറുന്നതനുസരിച്ച് സംഭവം മാറി മാറി കത്തുന്നത്. ഓക്കെ. ഇന്നലത്തെ സെറ്റപ്പ് ഞാനൊന്ന് പ്രോപ്പറായിട്ടൊന്ന് വയർ ചെയ്യാം. റെഡ് ഡിജിറ്റൽ പിൻ 10-ലേക്കായിരുന്നു കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാനത് കണക്ട് ചെയ്യാം. റെഡ് കണക്ഷൻ മാറ്റുന്നതിന് പകരം പ്രോഗ്രാമിൽ ചേഞ്ച് ചെയ്താൽ മതി, അതായിരിക്കും എളുപ്പം. എൻ്റെ ഇവിടെ ഞാനിപ്പോൾ റെഡ് കണക്ട് ചെയ്തേക്കുന്നത് 11-ലേക്കാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ പ്രോഗ്രാമിൽ 11-ലേക്ക് മാറ്റി. അതേപോലെ തന്നെ യെല്ലോ കണക്ട് ചെയ്തേക്കുന്നത് 10-ലേക്കാണ്. ഓക്കെ. അപ്പോൾ ഞാൻ വയറിങ് മാറ്റുന്നതിന് പകരം ഞാൻ എൻ്റെ പ്രോഗ്രാമിങ്ങിൽ പിന്നെ അസൈൻ ചെയ്തേക്കുന്ന നമ്പേഴ്സ് മാറ്റിയിട്ടുണ്ട്. ഇനി പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കാം. ഓക്കെ. 6 കൊടുത്തപ്പോൾ റെഡ് വർക്ക് ചെയ്യുന്നുണ്ട്. വൈ കൊടുക്കുമ്പോൾ യെല്ലോ കത്തി. ഓക്കെ. ജി കൊടുക്കുമ്പോൾ ഗ്രീൻ കത്തിയില്ല. ജി കണക്ട് ചെയ്ത് വെക്കുന്നത്
ഓക്കെ, ഞാൻ ഗ്രൗണ്ട് നൈസായിട്ട് മാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു, അതാണ്. ഓക്കെ, ഇപ്പോൾ ജിയുടെ കമാൻഡ് കൊടുത്തു, അപ്പോൾ ഓണായി. ആർ കൊടുത്തു, റെഡ് ഓണായി. വൈ കൊടുത്തു, യെല്ലോ ഓണായി. ജി കൊടുത്തു, ഗ്രീൻ ഓണായി. ഓക്കെ, അപ്പോൾ ഇന്നലത്തെ കണക്ഷൻ ഓക്കെ ആയിട്ടുണ്ട്. ഇന്നലത്തെ പ്രോഗ്രാമാണ് ഞാനിപ്പോൾ ഇവിടെ ഷെയർ ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു കോഡിൽ തന്നെ മോഡിഫൈ ചെയ്തിട്ടാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അതായത് നമുക്ക് ഒരു കോഡ് തന്നെ യൂസ് ചെയ്ത് പല പല കാര്യങ്ങൾ ചെയ്യും. നമ്മൾ ഓരോ പ്രാവശ്യം ഡിഫറെൻറ്റ് കാര്യങ്ങൾ ലൈക്ക് ഒരേ സാധനം റിപ്പീറ്റഡ് ആയിട്ട് ടൈപ്പ് ചെയ്യണ്ട എന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പം നിങ്ങളെല്ലാം എങ്ങനെ പ്രിഫർ ചെയ്യുന്നത്? ഞാനൊരു ഫ്രഷ് ന്യൂ കോഡ് സ്റ്റാർട്ട് ചെയ്ത് പുതിയ പ്രോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ടാണോ, അതോ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കോഡ് മോഡിഫൈ ചെയ്ത് ചെയ്താൽ മതിയോ? എങ്ങനെയാ? പുതിയ കോഡ് വേണോ അതോ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള മോഡിഫൈ ചെയ്താൽ മതിയോ? ഏതാണ് നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കാൻ എളുപ്പം ഏതായിരിക്കും? ഓക്കെ, മുസ്ലിം എക്സിസ്റ്റിംഗ് മോഡിഫൈ ചെയ്താൽ മതി എന്നാണ് മുസ്ലിം പറയുന്നത്. സമൃദ്ധ പുതിയത് മതി എന്നാണ് പറയുന്നത്. ഓക്കെ, ഇപ്പൊ രണ്ടഭിപ്രായം വന്നിട്ടുണ്ട്. ആതിര പുതിയ കോഡ് മതി. ഓക്കെ, അപ്പൊ എല്ലാവരും ഒന്ന് മെസ്സേജ് ഇടുക, അപ്പോൾ എനിക്ക് മെജോറിറ്റി എന്താണെന്നുള്ളത് അറിയാം. ഇപ്പൊ രണ്ടുപേര് പുതിയ കോഡ് മതി എന്നാണ് പറയുന്നത്, ഒരാൾ പഴയ കോഡ് മോഡിഫൈ ചെയ്താൽ മതി എന്നും. ബാക്കിയുള്ള എല്ലാവരും ഒന്ന് ചാറ്റ് ബോക്സിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. എക്സിസ്റ്റിംഗ് രണ്ടുപേര്, പുതിയത് എന്നുള്ളത് 3 പേരായിട്ടുണ്ട്, പുതിയത് 4 പേരായിട്ടുണ്ട്. ഓക്കെ, എല്ലാവരും ഇട്ടോ? 6 റെസ്പോൺസ് വന്നിട്ടുണ്ട്. 6 റെസ്പോൺസിൽ 4 പേര് പുതിയത് മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എല്ലാവരും ഇട്ടോ? ഓക്കെ, ഇപ്പൊ ഇട്ടത് വെച്ചിട്ട് മെജോറിറ്റി പുതിയ കോഡ് യൂസ് ചെയ്തിട്ട് വർക്ക് ചെയ്താൽ മതി എന്നാണ് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ പുതിയ കോഡ് യൂസ് ചെയ്തിട്ട് വർക്ക് ചെയ്യാം. ഞാൻ ഫയൽസിലേക്ക് പോവാം, എന്നിട്ട് ന്യൂ സ്കെച്ച് ഓപ്പൺ ചെയ്തു. ഓക്കെ, അപ്പോൾ ഞാൻ പുതിയ സ്കെച്ചിലാണ് ഇനി വർക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഓക്കെ, അപ്പോൾ ഞാൻ പുതിയ സ്കെച്ച് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്ന് ഇന്റർഫേസ് ചെയ്ത് കാണിക്കാൻ പോകുന്നത് ടെമ്പറേച്ചർ സെൻസറാണ്. ഓക്കെ, നിങ്ങൾക്ക് തന്നേക്കുന്ന മൊഡ്യൂളിനകത്തുള്ള ടെമ്പറേച്ചർ മൊഡ്യൂളാണ്. ഓക്കെ, ടെമ്പറേച്ചർ മൊഡ്യൂൾ ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ ഇപ്പം ഞാനിവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതാ കാണാമല്ലോ, ഇതാ ഇതാണ് ഈ ഒരു എന്താ പറയുക ബ്ലാക്ക് കളർ, ഇതാണ് ടെമ്പറേച്ചർ മൊഡ്യൂൾ. ഓക്കെ, ഈ കാണുന്നതാണ് ടെമ്പറേച്ചർ മൊഡ്യൂൾ. ഇപ്പം ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് ഈ മൊഡ്യൂളാണ്. ഈ മൊഡ്യൂളിന് അനുസരിച്ചിട്ട് എങ്ങനെ പ്രോഗ്രാം ചെയ്യാം എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ മാക്സിമൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഉണ്ടല്ലോ. ഓക്കെ, ഇതാ ഫസ്റ്റ് ഓഫ് ഓൾ നോക്കിക്കോളൂ. ഈ മൊബൈലിന്റെ ക്യാമറ കാണാൻ പറ്റുന്നുണ്ടോ പ്രോപ്പറായിട്ട്? ഓക്കെ 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 ഓക്കെ. ആ, അപ്പോൾ ഇതാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇത് ടെമ്പറേച്ചർ മൊഡ്യൂൾ ആണ്. ഇതിന്റെ സെൻസിങ് എലിമെന്റ് എന്ന് പറയുന്നത് ഇതാ ഈ ഒരു ബ്ലാക്ക് കളറിൽ കൊടുത്തേക്കുന്ന സാധനമാണ്. ഓക്കെ, ഈ ഒരു ബ്ലാക്ക് കളർ കമ്പോണന്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ടെമ്പറേച്ചർ സെൻസ് ചെയ്യുന്നത്. ഇത് ബേസിക്കലി ഒരു റെസിസ്റ്റർ ആണ്, NTC എന്ന് പറയും. ഓക്കെ, NTC, അതായത് നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് എന്നാണ് അതിന്റെ ഫുൾ ഫോം. ഓക്കെ, ബേസിക്കലി ഇത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെമ്പറേച്ചർ കൂടുകയോ കുറയുന്നതിനനുസരിച്ചിട്ട് ഇതിന്റെ റെസിസ്റ്റൻസ് വാല്യൂ കൂടുകയും കുറയുകയും ചെയ്യും. ഓക്കെ, ടെമ്പറേച്ചർ മാറുന്നതിനനുസരിച്ച് ഇതിന്റെ റെസിസ്റ്റൻസിന്റെ വാല്യൂ മാറും. ഓക്കെ, അതാണ് ഈ ഒരു എലമെന്റ് NTCയുടെ പ്രോപ്പർട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഈ NTCയുടെ ഈ പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ടാണ് നമ്മളിവിടെ ടെമ്പറേച്ചർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ
ഈ ഒരു ഞാൻ ഇതിൻ്റെ ഒരു ഇലക്ട്രോണിക് പാർട്ടിനെ പറ്റി ഒരു ബേസിക് ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഓക്കെ, ബേസിക്കലി ഈ ഒരു മൊഡ്യൂളിനകത്തുള്ളത് നമ്മുടെ സെൻസിങ് എലമെന്റ് ഉണ്ട്, ഒരു എന്താ പറയുക വേരിയബിൾ റെസിസ്റ്റർ, അതായത് ഇതിനെ നമ്മൾ പ്രീസെറ്റ് എന്നൊക്കെയാണ് പറയുന്നത്. ഓക്കെ, വേരിയബിൾ റെസിസ്റ്റർ ആണിത്. പിന്നെ ഒരു ഓപ്പാമ്പ് ഐ സി ഉണ്ട്, അതാണ് ഈ ബ്ലാക്ക് കളറിൽ കാണുന്ന സംഭവം. ഓപ്പാമ്പ് ഐ സി ഉണ്ട്. പിന്നെ ഒരു പവർ ഇൻഡിക്കേഷൻ എൽ ഇ ഡി ഉണ്ട്. പിന്നെ ഒരു എന്താ പറയാ ഒരു ഔട്ട്പുട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു എൽ ഇ ഡി ഉണ്ട്. പിന്നെ ഈ ഓപ്പാമ്പിന് വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള റെസിസ്റ്ററും നോയിസ് റെഡ്യൂസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കപ്പാസിറ്റർ ഒക്കെയാണ് ഇതിൻ്റെ അകത്തുള്ളത്. ഓക്കെ, ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു എന്താ പറയാ ഈ ഒരു ടെമ്പറേച്ചർ സെൻസർ മൊഡ്യൂളിനകത്ത് അല്ലെങ്കിൽ ഈ എൻ ഡി സിയുടെ മൊഡ്യൂളിനകത്തുള്ള കമ്പോണന്റ്. ബേസിക്കലി ഇത് എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ ഒരു ടെമ്പറേച്ചർ മാറുന്നതിനനുസരിച്ച് ഈ ഒരു ഓപ്പാമ്പിലേക്ക് കൊടുക്കുന്ന വോൾട്ടേജിന്റെ വ്യത്യാസം. ഓക്കെ, ഓപ്പാമ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആംപ്ലിഫയർ ആണ്, അതായത് ഒരു ചെറിയ വോൾട്ടേജിലുള്ള വ്യത്യാസം അത് ആംപ്ലിഫൈ ചെയ്ത് നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വോൾട്ടേജിന്റെ ലെവലിലേക്ക് ആംപ്ലിഫൈ ചെയ്ത് കാണിക്കും. അതാണ് ബേസിക്കലി ഓപ്പാമ്പിന്റെ ഓപ്പറേഷൻ. ഓക്കെ, ബേസിക്കലി ഇത്രേ ഉള്ളൂ. ഈ ഒരു ടെമ്പറേച്ചർ മാറുന്നതിനനുസരിച്ച് ഈ ഒരു റെസിസ്റ്ററിന്റെ റെസിസ്റ്റൻസ് മാറും. അങ്ങനെ ഈ ഒരു റെസിസ്റ്റൻസ് മാറുന്നതിന്റെ ഫലമായിട്ട് അവിടെ ഉണ്ടാവുന്ന വോൾട്ടേജിന്റെ ചേഞ്ച്, അവിടെ ഒരു വോൾട്ടേജിന്റെ ചേഞ്ച് ഉണ്ടാവും. ആ ഒരു വോൾട്ടേജിന്റെ ചേഞ്ച് ഈ ഓപ്പാമ്പ് ഐ സി കുറച്ച് ആംപ്ലിഫൈ ചെയ്ത് നമ്മുടെ മൈക്രോ കൺട്രോളറിലേക്ക് കൊടുക്കും. ഓക്കെ, അപ്പൊ ഈ ചേഞ്ച് ഇൻ വോൾട്ടേജിനെ മാത്തമാറ്റിക്കലി നമ്മൾ പ്രോസസ് ചെയ്തിട്ടാണ് നമ്മൾ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു മൊഡ്യൂൾ നമുക്ക് അനലോഗ് ആയിട്ടും ഡിജിറ്റൽ ആയിട്ടും യൂസ് ചെയ്യാം. അതായത് അനലോഗും ഡിജിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, ഡിജിറ്റൽ എന്ന് പറഞ്ഞാൽ രണ്ട് വാല്യൂവേ ഉള്ളൂ, 0 അല്ലെങ്കിൽ 1. ഓക്കെ, രണ്ട് വാല്യൂ. അപ്പൊ ഇത് ഡിജിറ്റലായിട്ട് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ ഒരു പ്രീസെറ്റ് റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു ത്രെഷോൾഡ് വാല്യൂ സെറ്റ് ചെയ്ത് വെക്കാം. ഓക്കെ, ഒരു ടെമ്പറേച്ചറിന്റെ ത്രെഷോൾഡ് വാല്യൂ നമുക്ക് ഈ പ്രീസെറ്റ് സെറ്റ് ചെയ്തിട്ട് റൊട്ടേറ്റ് ചെയ്ത് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ആ ഒരു സെർട്ടൈൻ വാല്യൂവിന് താഴത്തേക്കോ മുകളിലേക്കോ പോകുന്ന സമയത്ത് നമ്മുടെ മൈക്രോ കൺട്രോളർ ട്രിഗർ ആവുന്ന രീതിയിൽ ഈ ഒരു പ്രീസെറ്റ് വെച്ച് ഡിജിറ്റലി നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം റൈറ്റ് ചെയ്യാൻ പറ്റും. ഇനി അനലോഗ് ആയിട്ട് എങ്ങനെയാണ് ഈ സെൻസർ യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അനലോഗായിട്ട് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അനലോഗിന് ഈ ഒരു അനലോഗായിട്ട് നമ്മൾ ഈ സെൻസർ യൂസ് ചെയ്യുമ്പോൾ ഈ പ്രീസെറ്റിനോ റെസിസ്റ്ററിനോ അവിടെ ഒരു യാതൊരു വാല്യൂ ഇല്ല. അനലോഗായിട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഉണ്ടാകുന്ന ടെമ്പറേച്ചർ ഡിഫറൻസ് അല്ലെങ്കിൽ ആ വോൾട്ടേജിന്റെ വാല്യൂ നമുക്ക് അങ്ങനെ തന്നെ നമുക്ക് മൈക്രോ കൺട്രോളറിൽ ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ബേസിക്കലി അതാണ് അനലോഗും ഡിജിറ്റലും ആയിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, ഇതിന്റെ ഈ ഒരു മൊഡ്യൂളിന്റെ ഇൻഡിക്കേഷൻ മുഴുവൻ കൊടുത്തേക്കുന്നത് ബാക്ക് സൈഡിലാണ്. കണ്ടോ, VCC, ഗ്രൗണ്ട്, D0, A0. ഓക്കെ, VCC ഗ്രൗണ്ട് എന്താണെന്ന് അറിയാലോ. ഓക്കെ, നമുക്ക് 3.3 വോൾട്ടിലും 5 വോൾട്ടിലും ഇത് വർക്ക് ചെയ്യും. നിങ്ങൾക്ക് VCC ഗ്രൗണ്ടും 3.3ഓ 5ഓ ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ കൊടുക്കാം VCC. ഓക്കെ, പിന്നെ ഈ D0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡിജിറ്റലായിട്ട് യൂസ് ചെയ്യുമ്പോൾ മൈക്രോ കൺട്രോളറിലേക്ക് കണക്ഷൻ എടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പിന്നാണ് D0. ഓക്കെ, അതുപോലെ തന്നെ ഈ A0 എന്ന് പറയുന്നത് അനലോഗ് ആയിട്ട് ഔട്ട്പുട്ട് എടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സെൻസറാണ്. അല്ല, യൂസ് ചെയ്യാനുള്ള പിന്നാണ് A0. ഓക്കെ, അത്രയും കാര്യം ക്ലിയർ ആയോ? ക്ലിയർ ആയോ സെൻസറിനെ പറ്റി പറഞ്ഞത്? ഓക്കെ, 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 ഓക്കെ. അപ്പോ ഇന്നലെ നമ്മൾ യൂസ് ചെയ്ത സെറ്റപ്പ് ഞാൻ ബ്രെഡ് ബോർഡിൽ നിന്ന് റിമൂവ് ചെയ്യുന്നില്ല. നിങ്ങൾ റിമൂവ് ചെയ്തിട്ടുണ്ടെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഓക്കെ, അപ്പൊ ഞാൻ ഇത് ഓൾറെഡി എന്താ പറയാ ഞാൻ കണക്ട് ചെയ്തിട്ടാണ് വെച്ചേക്കുന്നത് MCU ആയിട്ട്. ഓക്കെ, അപ്പൊ ഞാൻ ഏതൊക്കെ പിന്നെ ഏതിലേക്കാണ് കണക്ട് ചെയ്തേക്കുന്നതെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പറയാം. ഞാനിപ്പോൾ കണക്ട് ചെയ്തേക്കുന്നത് ഗ്രൗണ്ടിലേക്കും VCC ഞാൻ കണക്ട് ചെയ്തേക്കുന്നത് VCC ഞാൻ കണക്ട് ചെയ്തേക്കുന്നത് VCC ഞാൻ കണക്ട് ചെയ്തത് 3.3യിലേക്കും പിന്നെ D0 കണക്ട് ചെയ്തേക്കുന്നത് ഡിജിറ്റൽ പിൻ 9ലേക്കും
പിന്നെ A0 പിൻ കണക്ട് ചെയ്തേക്കുന്നത് A0th പിന്നിലേക്കുമാണ്. ഓക്കെ, ഇതാ ആ, ഇവിടെയാണ് A0 പിന്ന് വരുന്നത്. A0 പിന്നിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഡിജിറ്റൽ പിൻ 9 എന്ന് പറയുന്നത് ദാ ഇവിടെ ഈ ഒരു പോയിന്റിലായിട്ടാണ് വരുന്നത്. ഓക്കെ, ഞാൻ കണക്ട് ചെയ്തേക്കുന്ന ഏതൊക്കെ പിന്നാണെന്നുള്ളത് ഞാൻ ചാറ്റ് ബോക്സിൽ ഇടാം. D0 കണക്ട് ചെയ്തേക്കുന്ന D9ലേക്കും A0 പിൻ കണക്ട് ചെയ്തേക്കുന്ന A0 പിന്നിലേക്കുമാണ്. ഓക്കെ ഓക്കെ, സെൻസറിന്റെ D0 നമ്മൾ അർഡിനോയുടെ D9 പിന്നിലേക്കും സെൻസറിന്റെ A0 അനലോഗ്, അതായത് സെൻസറിന്റെ A0 എന്ന് പറയുന്ന പിന്ന് നമ്മൾ അർഡിനോയുടെ A0 എന്ന് പറയുന്ന പിന്നിലേക്കാണ് കണക്ട് ചെയ്തേക്കുന്നത്. ഓക്കെ, മനസ്സിലായോ? എല്ലാവരും ഒന്ന് കണക്ട് ചെയ്യുമോ? കണക്ട് ചെയ്തിട്ട് ഈ ഗ്രൂപ്പിൽ വന്നിട്ട് ഒരു തംസ് അപ്പ് ഇട്ടേക്കെ. ആ, 3v3 അതാണ് 3.3 വോൾട്ട് പിന്ന്.
എല്ലാവരും കണക്ട് ചെയ്തോ? കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് തംസ് അപ്പ് ഇടണേ. വി സി സി കണക്ട് ചെയ്യുന്നത് 3.3 വോൾട്ട്, അതായത് 3V3 എന്ന് പറയുന്നിടത്താണ് വി സി സി കണക്ട് ചെയ്യേണ്ടത്. വി സി സി 5 വോൾട്ട് കൊടുത്താലും കുഴപ്പമില്ല, ബട്ട് 3.3 വോൾട്ടിലാണ് അത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുക. ഓക്കെ, എല്ലാവരും കണക്ട് ചെയ്തെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് പ്രോഗ്രാമിങ് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ടെമ്പറേച്ചർ സെൻസർ കണക്ട് ചെയ്തിരിക്കുന്ന ഡിജിറ്റൽ പിന്നൊക്കെ ഞാൻ ഡിഫൈൻ ചെയ്ത് കൊടുക്കാൻ പോവാ. ഹാഷ് ഡിഫൈൻ ഡിജിറ്റൽ പിന്ന് ഡിജിറ്റൽ പിന്ന് ഞാൻ കണക്ട് ചെയ്തേക്കുന്നത് 9th പിന്നിലേക്കാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഡിജിറ്റൽ പിൻ എന്ന് പറയുന്ന ഒരു നെയിമിലേക്ക് 9 എന്ന് പറയുന്ന ഒരു വാല്യൂ അസൈൻ ചെയ്തു. പിന്നെ ഹാഷ് ഡിഫൈൻ അനലോഗ് പിന്ന് ഞാൻ കണക്ട് ചെയ്തേക്കുന്നത് A0 എന്ന് പറയുന്ന പിന്നിലേക്കാണ്. അപ്പോൾ അത് രണ്ടും ഞാൻ ഡിഫൈൻ ചെയ്തു. ഓക്കെ, ഇപ്പൊ നമ്മൾ സെൻസർ അല്ലേ യൂസ് ചെയ്യുന്നത്, അപ്പൊ നമ്മൾ സെൻസറിന്റെ പിന്ന് കോൺഫിഗർ ചെയ്യുന്നത് എന്തായിട്ടായിരിക്കണം സെറ്റപ്പ് ലൂപ്പിൽ? സെറ്റപ്പ് ലൂപ്പിൽ നമ്മൾ സെൻസറിന്റെ പിന്ന് കോൺഫിഗർ ചെയ്യുന്നത് ഏതായിട്ടാ? ഇൻപുട്ട്. ഓക്കെ ഓക്കെ, ഇൻപുട്ട്. ഓക്കെ, കറക്റ്റ്. ഇൻപുട്ട് ആക്കിയിട്ട് വേണം നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഓക്കെ. അപ്പൊ ഇൻപുട്ട് ആക്കിയിട്ട് വേണം സെറ്റ് ചെയ്യാൻ. അപ്പൊ ഞാനത് ഇൻപുട്ട് ആക്കി സെറ്റ് ചെയ്യാൻ പോവാ. പിൻ മോഡ് ഡിജിറ്റൽ പിൻ കോമ ഇൻപുട്ട്. ഓക്കെ, ഇൻപുട്ട് ആക്കി സെറ്റ് ചെയ്തു. ഇനി നമ്മൾ അർഡിനോയിൽ ചെയ്യുന്ന സമയത്ത് അനലോഗ് പിന്ന് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് A0 to A7 വരെയുള്ള ഏതെങ്കിലും ഒരു പിൻ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ സ്പെസിഫിക് ആയിട്ട് നമ്മൾ ഇവിടെ കോൺഫിഗർ ചെയ്യേണ്ട ആവശ്യമില്ല. അത് ഇൻപുട്ട് ആക്കിയിട്ടാണോ ഔട്ട്പുട്ട് ആക്കിയിട്ടാണോ സെറ്റ് ചെയ്യുന്നതെന്ന് നമ്മൾ ഇവിടെ സെറ്റപ്പ് ലൂപ്പിൽ കോൺഫിഗർ ചെയ്യേണ്ട ആവശ്യമില്ല. അനലോഗ് പിന്നാണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ. ഓക്കെ, കോൺഫിഗർ ചെയ്യുന്നതുകൊണ്ട് തെറ്റില്ല, പക്ഷെ കോൺഫിഗർ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ അവിടെ കോൺഫിഗർ ചെയ്യുന്നില്ല. ഓക്കെ, ഓക്കെ. അപ്പൊ ഞാനിനി ഇവിടെ ഞാൻ കോഡ് എഴുതാൻ പോകും. ഞാനിപ്പോ ഡിജിറ്റൽ പിന്നിന്റെ കോഡ് മാത്രം എഴുതുന്നേ. അതായത് ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിന് മേലേക്ക് പോകുമ്പോൾ
അവിടെ ഒരു ഇൻഡിക്കേഷൻ LED ഉണ്ട്, അത് കത്തും. ഓക്കെ, ഞാൻ കാണിച്ചു തരാം കത്തുന്നത്. കത്തുന്നത് കാണിച്ചു തരാം. കണ്ടോ, ആ ഗ്രീൻ ലൈറ്റ് കത്തിയത് കണ്ടോ? ആ ഒരു ടെമ്പറേച്ചറിന് താഴെ പോകുമ്പോൾ അത് ഓഫ് ആവുകയും ചെയ്യും. കണ്ടോ, കത്തിയത് കണ്ടോ? ഓക്കെ, അപ്പോൾ അത് കത്തിയത് കണ്ടോ എല്ലാവരും? മുസ്ലിം എ നോട്ടാണ് കൊടുക്കേണ്ടത്, 0 അല്ല കൊടുക്കേണ്ടത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവിടെ ഡിജിറ്റൽ പിൻ 0 ഉണ്ട് ഓൾറെഡി. ഡിജിറ്റൽ പിൻ 0 ഉണ്ട്, അതായത് D0 to D13 വരെ ഓൾറെഡി ഉണ്ട്. അപ്പോൾ 0 എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നമ്മൾ ഡിജിറ്റ് മാത്രം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡയറക്റ്റ്ലി ഡിനോട്ട് ചെയ്യുന്ന ഡിജിറ്റൽ പിൻ ആയിട്ടാണ്. നമ്മൾ അനലോഗ് പിൻ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ എ എന്ന് പറയുന്ന ഒരു ആൽഫബറ്റ് ഫ്രണ്ടിൽ ഇടണം, A0 to A7. ഓക്കെ, അപ്പൊ ഞാനിപ്പോ ടെമ്പറേച്ചർ കൂട്ടിയ സമയത്ത് അവിടെ ലൈറ്റ് കത്തിയത് കണ്ടില്ലേ? അപ്പൊ ആ ഒരു പരിപാടിയാണ് നമ്മൾ ഇനി ഡിറ്റക്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അത് ജസ്റ്റ് ബേസിക് സംഭവമാണ്. നമ്മുടെ എന്താ പറയാ, ഡിജിറ്റൽ റീഡ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോഴ് ഓക്കെ, അപ്പൊ ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാനിവിടെ ടെമ്പറേച്ചർ കൂടി നമ്മളിപ്പോ സെറ്റ്, അപ്പൊ നമുക്ക് ഈ ഒരു എന്താ പറയാ, LED കത്തുന്ന ആ ഒരു ഇന്റൻസിറ്റി നമുക്ക് പ്രീസെറ്റ് വെച്ചിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാൻ പറ്റുകയാണെങ്കിൽ അതും കൂടെ ഒന്ന് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി നോക്കാം. ഒരു മിനിറ്റ്, ഞാൻ സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ട് വരാം. ഓക്കെ, ഞാനൊരു സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് അതൊന്ന് തിരിക്കാം. ഞാനിപ്പോൾ തിരിച്ചിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ടോ എന്ന് നോക്കാം. ഓക്കെ, ഇപ്പൊ ഞാൻ കുറെ നേരം അവിടെ ഫയർ കാണിച്ചിട്ടും അത് കത്തിയില്ല. അപ്പോൾ സെൻസിറ്റിവിറ്റി ഭയങ്കര കുറവാണ്. ഇപ്പൊ ഉണ്ടോ, ഇത് ഞാൻ റൈറ്റിലേക്ക്, അതായത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ തിരിക്കുമ്പോഴാണ് ഇതിന്റെ സെൻസിറ്റിവിറ്റി കൂടുന്നത്. ഓക്കെ, ഇത് കണ്ടോ, ഇപ്പൊ തനിയെ ഇത് കത്തിയിട്ടുണ്ട്. ഓക്കെ, ഞാനപ്പോൾ ഒരു പൊടിക്ക് ലെഫ്റ്റിലേക്ക് തിരിക്കുക, അതായത് ആന്റി ക്ലോക്ക് വൈസ് തിരിക്കുക. ഇപ്പൊ ജസ്റ്റ് ഓഫ് ആയിട്ടുണ്ട്. കണ്ടോ, ഇപ്പൊ ഞാൻ അതിന്റെ തൊട്ടടുത്ത് കൊണ്ട് തീ വെക്കുമ്പോൾ തന്നെ ഈ സംഭവം ട്രിഗർ ചെയ്യുന്നുണ്ട്. കണ്ടോ, അത് ആ സെൻസിറ്റിവിറ്റി അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് ഡിജിറ്റൽ ആയിട്ട് നമ്മൾ ഔട്ട്പുട്ട് യൂസ് ചെയ്യുമ്പോൾ അതിന്റെ സെൻസിറ്റിവിറ്റി അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു പിന്ന്, ആ ഒരു പൊട്ടൻഷ്യോമീറ്റർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഞാൻ കോഡ് ചെയ്യാൻ പോവാ. ഇപ്പോൾ എനിക്ക് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ ടെമ്പറേച്ചർ റൈസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഇവിടെ ടെമ്പറേച്ചർ ഓവർ ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഡേഞ്ചർ എന്ന് പറയുന്ന ഒരു മെസ്സേജ് എനിക്ക് എൻ്റെ സീരിയൽ മോണിറ്ററിൽ എഴുതി കാണിക്കണം. അതാണ് എൻ്റെ ലക്ഷ്യം ഈ ടെമ്പറേച്ചർ സെൻസർ വെച്ചിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ സീരിയൽ മോണിറ്റർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം, സീരിയൽ മോണിറ്റർ എനേബിൾ ചെയ്യണം. അതിനുള്ള ഫംഗ്ഷൻ എന്താണ്, സീരിയൽ ഡോട്ട് ബിഗിൻ. നമ്മളൊരു ബോർഡ് റേറ്റും കൂടെ സെറ്റ് ചെയ്ത് കൊടുക്കണം, 9600. ഓക്കെ, ഇനി നമ്മൾ ഈ ടെമ്പറേച്ചർ സെൻസറിന്റെ സ്റ്റേറ്റ് ഹൈ ആണോ ലോ ആണോ എന്നറിയാൻ വേണ്ടിയിട്ട്, ഹൈ ആണോ ലോ ആണോ എന്നുള്ളത് റീഡ് ചെയ്തിട്ട് സ്റ്റോർ ചെയ്യാൻ ഒരു വേരിയബിൾ വേണം. ഓക്കെ, അപ്പൊ ഞാൻ ആ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുക, ഇന്റ് ടെമ്പ്.
ടെമ്പറേച്ചർ എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഞാൻ സ്റ്റോർ ചെയ്തു. ഓക്കെ, ടെമ്പറേച്ചർ എന്ന് പറയുന്ന ഒരു വാല്യൂ ഞാൻ എടുത്തു. എന്നിട്ട് അതിനെ ഞാൻ ഡിജിറ്റൽ റീഡ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ, ലൈക്ക് എന്താ പറയാ, ഓക്കെ, ബേസിക്കലി ഞാൻ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ടെമ്പറേച്ചർ അല്ലെങ്കിൽ ടെമ്പ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, എന്നിട്ട് ആ ഒരു ടെമ്പറേച്ചർ എന്ന് പറയുന്ന ആ ടെമ്പ് എന്ന് പറയുന്ന ആ ഒരു വേരിയബിളിലേക്ക് ഞാൻ ഈ ഡിജിറ്റൽ പിന്ന് 9ൽ കണക്ട് ചെയ്തിട്ടുള്ള പിന്നിൽ നിന്നുള്ള ഒരു വാല്യൂ എടുത്ത് അസൈൻ ചെയ്യാൻ പോവുക. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു വാല്യൂ എടുത്ത് അസൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഡിജിറ്റൽ റീഡ് ആണ്. ഓക്കെ, ഡിജിറ്റൽ റീഡ് ആണ്. ഓക്കെ, നമ്മൾ ഇന്നലെ വരെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് എല്ലാം റൈറ്റ് ഫംഗ്ഷൻ ആണ്. അതായത് നമ്മുടെ ആർഡിനോയിൽ നിന്ന് ഔട്ട്പുട്ടിലേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഔട്ട്പുട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നലെ വരെ പഠിച്ചത്. അതായത് അതിനു വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഡിജിറ്റൽ റൈറ്റ് ആണ്. അതായത് മൈക്രോ കൺട്രോളർ യൂസ് ചെയ്ത് പുറത്തേക്ക് എന്തെങ്കിലും ഡാറ്റ കൊടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് ഡിജിറ്റൽ റൈറ്റ്. ഓക്കെ, ഇനി നമ്മൾ ആർഡിനോയുടെ അകത്തേക്ക്, അതായത് നമ്മുടെ മൈക്രോ കൺട്രോളറിന് അകത്തേക്ക് ഡാറ്റ എടുക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ, ഡിജിറ്റൽ ആയിട്ടുള്ള ഡാറ്റയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിജിറ്റൽ റീഡ് ആണ്. ഓക്കെ, അപ്പോൾ അത് ഡിജിറ്റൽ റീഡ് ഏത് പിന്നിൽ നിന്നാണോ നമ്മൾ എടുക്കുന്ന ആ ഒരു പിന്നിന്റെ നമ്പർ. ഓക്കെ, ഇത്രേ ഉള്ളൂ. അതായത് പിന്നിന്റെ നമ്പർ പറഞ്ഞാൽ ഞാനിവിടെ 9 ആണ്. ആ 9 എന്ന് പറയുന്നത് ഞാൻ ഡിജിറ്റൽ പിൻ എന്ന് പറയുന്ന ഒരു വേരിയബിളിലേക്കാണ് സ്റ്റോർ ചെയ്തേക്കുന്നത്. അപ്പൊ ഞാനത് ഡിജിറ്റൽ റീഡ് ഡിജിറ്റൽ പിൻ എന്ന് പറയുന്ന ഒരു വാല്യൂ അസൈൻ ചെയ്തു. ഓക്കെ, അപ്പൊ നമ്മൾ ഈ റീഡ് ചെയ്ത ഈ ഒരു വാല്യൂ നമ്മൾ ടെമ്പറേച്ചർ അല്ലെങ്കിൽ ടെമ്പ് എന്ന് പറയുന്ന ഒരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യണം. അതിനെന്താ ചെയ്യണ്ടേ? ടെമ്പ് ഈക്വൽ ടു ഡിജിറ്റൽ റീഡ് എന്ന് പറയുന്ന ലൈൻ എഴുതി. ഓക്കെ, ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ടെമ്പ് എന്ന് പറയുന്ന വേരിയബിളിലേക്ക് ഡിജിറ്റൽ റീഡ് ചെയ്ത വാല്യൂ അത് ഒന്നില്ലെങ്കിൽ 0 ആണോ അല്ലെങ്കിൽ 1 ആണോ എന്നുള്ളത് റൈറ്റ് ചെയ്തു. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് സീരിയൽ മോണിറ്ററിൽ അത് പ്രിന്റ് ചെയ്യിക്കാം. എന്ത്? ടെമ്പറേച്ചറിന്റെ വാല്യൂ. ഓക്കെ, ടെമ്പിന്റെ വാല്യൂ, അതായത് നമ്മൾ റീഡ് ചെയ്തിട്ടുള്ള സംഭവത്തിന്റെ വാല്യൂ നമുക്ക് പ്രിന്റ് ചെയ്യിക്കാം. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇത് സിമ്പിൾ കോഡാണ്. ഓക്കെ, അതായത് ഇപ്പൊ എന്താണോ അവിടെ ആ പിന്നിന്റെ സ്റ്റേറ്റ് എന്താണോ ആ സ്റ്റേറ്റ് അതേപോലെ എടുത്ത് സീരിയൽ മോണിറ്റർ കൂടെ പ്രിന്റ് ചെയ്യിക്കാനാണ് ഞാനിപ്പോ പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്കിത് കമ്പൈൽ ചെയ്യണം. കമ്പൈൽ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ബോർഡ് സെലക്ട് ചെയ്യണം. ടൂൾസിൽ പോവുക, ബോർഡ്സിൽ പോവുക, AVR ബോർഡിൽ പോവുക, നാനോ സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ പോർട്ട് ഏതാണെന്നുള്ള സെലക്ട് ചെയ്യുക. ടൂൾസിൽ പോവുക, പോർട്ടിൽ പോവുക, കണക്ട് ചെയ്തിരിക്കുന്ന പോർട്ട് ഞാൻ സെലക്ട് ചെയ്യുക. ഓക്കെ, കമ്പൈൽ ചെയ്യുക. ഓക്കെ, കമ്പൈലേഷൻ ഡൺ ആണ്, ഇറർ ഒന്നുമില്ല. ഓക്കെ, എന്നിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുക. അപ്ലോഡിങ് ഡൺ ആയിട്ടുണ്ട്. അതാ ഇപ്പൊ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ ഇപ്പൊ 1 ആണ് കാണിക്കുന്നത്. ഞാനൊന്ന് ലൈറ്റർ വെച്ചിട്ടൊന്ന് കത്തിച്ച് നോക്കാം, അപ്പൊ എന്ത് വാല്യൂ വരുന്നതെന്നുള്ളത് നോക്കാലോ. ഓക്കെ, കണ്ടോ? കത്തിച്ച സമയത്ത് 1 ആയത് കണ്ടോ? അല്ല, 1 0 ആയത് കണ്ടോ? കണ്ടോ എല്ലാരും? ഞാൻ ഒന്നുകൂടെ കത്തിക്കാം. എന്റെ സീരിയൽ മോട്ടറിലെ വാല്യൂവും ഞാൻ കത്തിക്കുന്നതും നോക്കിക്കോണം. കണ്ടോ? 1 എന്നുള്ളത് 0 ആയി. ടെമ്പറേച്ചർ കൂൾ ഡൗൺ ചെയ്ത് ത്രെഷോൾഡിന് താഴത്തേക്ക് എത്തുമ്പോൾ അത് വീണ്ടും 1 ആയി. ഓക്കെ, കണ്ടോ? എല്ലാരും കണ്ടോ? ഓക്കെ, ഓക്കെ. അപ്പോ അതായത് ഇപ്പൊ നമ്മൾ ഇവിടെ കണ്ടു, ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഡിജിറ്റൽ റീഡ് ചെയ്യുന്ന വാല്യൂവിനെ ടെമ്പ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ സ്റ്റോർ ചെയ്തു. എന്നിട്ട് ആ ഒരു വേരിയബിളിന്റെ വാല്യൂ നമ്മൾ പ്രിന്റ് ചെയ്ത് കാണിച്ചു. ഓക്കെ, അപ്പൊ നമ്മൾ തീ കത്തിക്കുന്നതിന് മുമ്പ്, അതായത് ടെമ്പറേച്ചർ കൂട്ടുന്നതിന് മുമ്പ് ആ ഒരു സെൻസറിന്റെ വാല്യൂ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ആണ്. 1ന്റെ മീനിങ് എന്താ? ഹൈ ആണ്, ഡിജിറ്റലി ഹൈ ആണ്. അതുകൊണ്ടാണ് അവിടെ 1 എന്ന് കാണിക്കുന്നത്. ഓക്കെ, ഡിജിറ്റലി ലോ ആവുന്ന സമയത്താണ് 0 കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ സെൻസർ 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് എന്താണ്, ഹൈ സ്റ്റേറ്റ് ഉണ്ട്, ലോ സ്റ്റേറ്റ് ഉണ്ട്. അതായത് നമ്മളിപ്പോ ഒരു പർട്ടിക്കുലർ ഫംഗ്ഷൻ കൊടുക്കുന്ന സമയത്ത് അതിൽ നിന്ന് ഔട്ട്പുട്ട് ചെയ്യുന്ന വാല്യൂ ലോ ആണെന്നുണ്ടെങ്കിൽ അത് ലോ സ്റ്റേറ്റ് ആണെന്ന് പറയാം.
അല്ലെങ്കിൽ ഔട്ട്പുട്ട് ചെയ്യുന്ന വാല്യൂ ഹൈ ആണ്. അതായത് ഞാനിപ്പോൾ ഇവിടെ കത്തിക്കുന്ന സമയത്താണ് ഇതിൽ നിന്ന് 1 വരുന്നെന്നുണ്ടെങ്കിൽ അത് ഹൈ സ്റ്റേറ്റിൽ വർക്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ ആക്റ്റീവ് ഹൈയിൽ വർക്ക് ചെയ്യുന്ന ആക്റ്റീവ് റെസിസ്റ്റർ ആണ്, ആക്റ്റീവ് സെൻസർ ആണ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, ബേസിക്കലി കൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. നമ്മൾ തീ കത്തിക്കുന്ന സമയത്ത് ഹൈ വോൾട്ടേജ് വന്നു കഴിഞ്ഞാൽ എന്താ പറയാ, അത് ഹൈ സൈഡ് ആയിട്ട് ഔട്ട്പുട്ട് തരുന്ന സെൻസർ മൊഡ്യൂൾ ആണ്. അല്ലെങ്കിൽ നമ്മൾ ട്രിഗർ ചെയ്യുന്ന സമയത്ത് ലോ വോൾട്ടേജ് ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ ലോ സൈഡിൽ ഔട്ട്പുട്ട് വരുന്ന ഒരു സെൻസർ മൊഡ്യൂൾ ആണ്. ഓക്കെ, ഇത്രേ ഉള്ളൂ. ഓക്കെ, വിവേകിന്റെ സീരിയൽ മോഡൽ ഒന്നും പ്രിന്റ് ചെയ്യുന്നില്ല. ഓക്കെ, ആ ഒരു കോഡ് ഒന്ന് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാവോ? ബോർഡ് റേറ്റ് നോക്കിയോ? ബോർഡ് റേറ്റ് നോക്കിയേ 9600 തന്നെയാണോ എന്നുള്ളത് നോക്കിയതാ ഇവിടെ. ടേബിളിന്റെ അപ്ലോഡ് ആവുന്നില്ല. ഓക്കെ, എന്തുവാ എറർ കാണിക്കുന്നേ? ആ ഗ്രൂപ്പിലൊന്നും മെസ്സേജ് ഇടാവോ? നോക്കട്ടെ ഞാൻ എന്താണ് എറർ എന്നൊക്കെ ഉള്ളത്. ഗ്രൂപ്പിലിടേ എറർ, ഞാൻ നോക്കട്ടെ. ഓക്കെ, വിവേകിന്റെ കറക്റ്റ് ആയി. ഓക്കെ, എന്ത് ചെയ്തപ്പോഴാണ് കറക്റ്റ് ആയത്? ബോർഡ് റേറ്റ് സെറ്റ് ചെയ്തപ്പോഴാണ്. ഏവൽ അപ്ലോഡിങ് കാണിച്ചിട്ട് അപ്ലോഡ് ആവാത്ത ഇഷ്യൂ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് മേ ബി അത് ആ ഒരു പ്രൊസസ്സർ സെലക്ട് ചെയ്ത് സെറ്റിംഗ് കറക്റ്റ് അല്ലാത്തതുകൊണ്ടായിരിക്കും. അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൂൾസിൽ പോവുക, പ്രൊസസ്സറിൽ പോവുക, ഇപ്പൊ കിടക്കുന്ന സെറ്റിംഗ്, അതായത് അറ്റ്മക 328P ആണ് കിടക്കുന്നതെന്നുണ്ടെങ്കിൽ അറ്റ്മക 328P ഓൾഡ് ബൂട്ട് ലോഡർ ആക്കുക. സപ്പോസ് ഇപ്പോൾ ഓൾഡ് ബൂട്ട് ലോഡർ ആണ് കിടക്കുന്നതെന്നുണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് അറ്റ്മക 328P സെലക്ട് ചെയ്യുക, എന്നിട്ടൊന്ന് അപ്ലോഡിങ് ട്രൈ ചെയ്ത് നോക്കി. ഓക്കെ ഓക്കെ, വിവേക് അപ്പൊ ബോർഡ് റേറ്റ് ആഡ് ചെയ്യാൻ മറന്നുപോയി. ഓക്കെ, ഫൈൻ. ഏബിളിന്റെ പ്രശ്നം സോൾവ് ആയെങ്കിൽ ഒന്ന് പറയണേ. ഓക്കെ, ഏബിള് എന്താ പറയുന്നത്, അപ്ലോഡിങ് കംപ്ലീറ്റ് ആയി. ലൈറ്റ് ഒന്നും ബ്രൈറ്റ് ആവുന്നില്ലെന്നോ? ഏത് ലൈറ്റ്? ഈ ഞാനിപ്പോ ഇവിടെ കണക്ട് ചെയ്തേക്കുന്ന ഈ ലൈറ്റുകളാണോ? ഞാനിപ്പോ യൂസ് ചെയ്തേക്കുന്ന പ്രോഗ്രാം ആണോ ഇപ്പോ എന്താ പറയാ, ഇപ്പോ ഏബിൾ അപ്ലോഡ് ചെയ്തത്? ഞാനിപ്പോ ഇവിടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത കോഡല്ലേ, ആ കോഡ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ LED വർക്ക് ആവില്ല. കാരണം നമ്മൾ LED-ക്കുള്ള പ്രോഗ്രാം അല്ല നമ്മളിപ്പോ ചെയ്യുന്നത്. നമ്മളിപ്പോ ചെയ്യുന്നത് ഈ ഒരു സെൻസർ മൊഡ്യൂൾ ഇന്റർഫേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. നമ്മളിപ്പോ ഈ ഒരു LED-ക്ക് വേണ്ടിയിട്ടുള്ള കോഡ് നമ്മളിവിടെ റൈറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, അതുകൊണ്ടാണ് LED റെസ്പോൺസ് ഒന്നും തരാത്തത്. ഓക്കെ, നമ്മൾ LED-ലേക്ക് വരും. ഓക്കെ, ഞാൻ ഈ ഒരു സെൻസർ ഇന്റർഫേസ് ചെയ്തിട്ട് അതിന്റെ ഔട്ട്പുട്ട് എടുത്തിട്ട് LED-ലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ ആ LED ഊരാതെ വെച്ചേക്കുന്നത്. ഓക്കെ, ഇപ്പൊ ദാ ഇവിടെ സീരിയൽ പ്രിന്റ് എല്ലാം ടെമ്പറേച്ചർ ഇപ്പൊ നോർമലാണ്. ഓക്കെ, അതുകൊണ്ടാണ് അത് ഇപ്പൊ ടെമ്പറേച്ചർ അബ്നോർമാലിറ്റി ഒന്നും ഡിറ്റക്ട് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് എന്താ പറയാ അവിടെ 1 കാണിക്കുന്നത്. ഓക്കെ, ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന ഫംഗ്ഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, അബ്നോർമാലിറ്റി കാണിച്ചു കഴിഞ്ഞാല് ഞാൻ ഈ റെഡ് LED
ഹൈ ആക്കും, അതായത് റെഡ് LED കത്തിക്കും. അബ്നോർമാലിറ്റി ഒന്നും ഇല്ല, കണ്ടീഷൻ ക്ലിയർ ആണ് എന്നുണ്ടെങ്കിൽ ഗ്രീൻ LED കത്തും. ഓക്കെ, ഇതാണ് ഞാൻ ഇനി അടുത്ത വർക്കിങ്ങിലേക്ക് പോകാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് എനിക്കിനി ഗ്രീൻ LED യും റെഡ് LED യും യൂസ് ചെയ്യണം. അപ്പോൾ അതിന്റെ പിന്ന്, അത് കണക്ട് ചെയ്തിരിക്കുന്ന പിന്നും കൂടെ എനിക്ക് ഡിഫൈൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഓക്കെ, ഓക്കെ, അപ്പൊ ഞാൻ അതും കൂടെ ഡിഫൈൻ ചെയ്യുമ്പോൾ ഹാഷ് ഡിഫൈൻ റെഡ് റെഡ് കണക്ട് ചെയ്തേക്കുന്ന പിൻ ഏതാണ്? റെഡ് കണക്ട് ചെയ്തേക്കുന്ന പിൻ എന്ന് വെച്ച് കഴിഞ്ഞാല് 11 ആണ്. ഓക്കെ, 11 ഹാഷ് ഡിഫൈൻ ഗ്രീൻ കണക്ട് ചെയ്തേക്കുന്ന പിൻ എന്ന് വെച്ച് കഴിഞ്ഞാല് 12 ആണ്. ഓക്കെ, അപ്പൊ ഞാൻ അത് രണ്ടും ഡിഫൈൻ ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് എന്താണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ ടെമ്പറേച്ചർ കൂടുതലാണെങ്കിൽ റെഡ് കത്തണം, ടെമ്പറേച്ചർ നോർമൽ ആണെന്നുണ്ടെങ്കിൽ ഗ്രീൻ കത്തണം. ഓക്കെ, അപ്പോൾ LED ഔട്ട്പുട്ട് ആക്കിയിട്ടാണ് നമുക്ക് സെറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ പിൻ മോഡ് പിൻ മോഡ് റെഡ് ഔട്ട്പുട്ട്. ഓക്കെ, പിൻ മോഡിന്റെ M ക്യാപ്സ് ആയിരിക്കണം. പിൻ മോഡ് ഗ്രീൻ ഔട്ട്പുട്ട്. ഓക്കെ, ഗ്രീൻ ഔട്ട്പുട്ട്. ഓക്കെ, ഇനി എന്താ വേണ്ടേ, നമുക്ക് ടെമ്പറേച്ചർ ഹൈ ആയിരിക്കുന്ന സമയത്ത് റെഡ് കത്തണം, അല്ലാത്ത സമയത്ത് ഗ്രീൻ കത്തണം. ഓക്കെ, അപ്പൊ നമ്മൾ കണ്ടീഷൻ എഴുതാൻ പോവാണേ. ഇഫ് അതായത് നമ്മൾ ഈ ടെമ്പറേച്ചർ സെൻസറിന്റെ വാല്യൂ സ്റ്റോർ ചെയ്തിരിക്കുന്ന വേരിയബിൾ ഏതാ? ടെമ്പ് ആണ്. ഓക്കെ, ഇഫ് ടെമ്പ് ഈക്വൽ ടു നമുക്ക് ഹൈ ആയിരിക്കുന്നത്, അതായത് ടെമ്പറേച്ചർ ഹൈ ആയിരിക്കുന്ന സമയത്തെയാണ് ഡിറ്റക്ട് ചെയ്യേണ്ടത് ഈ ലൂപ്പ് യൂസ് ചെയ്ത്. ടെമ്പറേച്ചർ ഹൈ ആയിരിക്കുന്ന സമയത്ത് നമ്മൾ സീരിയൽ മോണിറ്ററിൽ കാണിക്കുന്ന വാല്യൂ ഏതാ? ടെമ്പറേച്ചർ ഹൈ ആണെങ്കിൽ സീരിയൽ മോണിറ്ററിൽ കാണിക്കുന്ന വാല്യൂ ഏതാ? എല്ലാവരും ഒന്ന് പറഞ്ഞേ നോക്കട്ടെ. വാല്യൂ. ഓക്കെ, 0. ഓക്കെ, അതെ. അപ്പൊ ടെമ്പറേച്ചർ ഹൈ ആയിരിക്കുന്ന സമയത്ത് നമ്മുടെ സീരിയൽ മോഡലിൽ കാണിക്കുന്ന വാല്യൂ 0 ആണ്. അപ്പോൾ അതിന്റെ അർത്ഥം എന്താ? ടെമ്പറേച്ചർ ഹൈ ആവുന്ന സമയത്ത് നമ്മുടെ ഡിജിറ്റൽ പിന്നിന്റെ വാല്യൂ 0 ലോ ആയിരിക്കും. അപ്പൊ നമുക്ക് ഇവിടെ എന്താ ഡിറ്റക്ട് ചെയ്യേണ്ടത്? ഇഫ് ടെമ്പ് ഈസ് ഈക്വൽ ടു 0. ഓക്കെ, ഞാനത് റൈറ്റ് ചെയ്തു. ഓക്കെ, ടെമ്പറേച്ചർ 0 ആയിരിക്കുന്ന സമയത്ത് നമുക്ക് ഗ്രീൻ LED അല്ല റെഡ് LED കത്തിക്കണം. ഓക്കെ, കത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ, അതായത് ഔട്ട്പുട്ടിലേക്ക് ഡാറ്റ കൊടുക്കാൻ വേണ്ടി നമ്മൾ ഏത് ഫംഗ്ഷൻ ആണ് യൂസ് ചെയ്യുന്നത്? ഡിജിറ്റൽ റൈറ്റ് ആണ്. ഡിജിറ്റൽ റൈറ്റ് നമുക്ക് ഹൈ ആയിരിക്കുന്ന സമയത്ത് റെഡ് കത്തണം. അപ്പൊ റെഡ് ഹൈ. ഓക്കെ, അല്ലെങ്കിലോ ടെമ്പറേച്ചർ ഹൈ അല്ലാത്ത സമയത്തോ നമുക്ക് ഗ്രീൻ കത്തണം. അപ്പൊ യെസ്, ഡിജിറ്റൽ റൈറ്റ് ഗ്രീൻ ഹൈ. ഓക്കെ, അതായത് ഇപ്പൊ ഞാൻ എഴുതിയേക്കുന്ന ലോജിക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ടെമ്പറേച്ചർ ഹൈ ആയിരിക്കുന്ന സമയത്ത് റെഡ് കത്തണം, ടെമ്പറേച്ചർ ലോ ആയിരിക്കുന്ന സമയത്ത് ഗ്രീൻ കത്തണം. ഓക്കെ, ഇതാണ് ഞാൻ എഴുതിയേക്കുന്ന കണ്ടീഷൻ. അപ്പൊ ഇത് വർക്ക് ആവുമെന്ന് നോക്കാം. ഞാൻ അപ്ലോഡ് ചെയ്ത് നോക്കാം നമ്മുടെ ലോജിക്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ. ഓക്കെ, എന്തോ എറർ വന്നിട്ടുണ്ട്. ഓക്കെ, എൽസ് എന്ന് എഴുതിയേക്കാൻ തെറ്റാണ്. യെസ്, ഓക്കെ, അപ്ലോഡ് ആവുന്നുണ്ട്.
ഇതാ കണ്ടോ, ഗ്രീൻ കത്തുന്നുണ്ടോ? അതായത് ടെമ്പറേച്ചർ ഇപ്പോൾ നോർമലാണ്, ഗ്രീൻ കത്തുന്നുണ്ട്. സീരിയൽ മോണിറ്ററിൽ 1 ആണ് വാല്യൂ. ഞാൻ ടെമ്പറേച്ചർ ഒന്ന് ഹൈ ആക്കാൻ പോവാ. റെഡ് കത്തി. പക്ഷെ ഇവിടെ എന്താ പ്രശ്നം? ഗ്രീൻ കെട്ടില്ല. അതായത് ഗ്രീൻ ഓഫ് ആയില്ല, റെഡ് കത്തുകയും ചെയ്തു. ഓക്കെ. പിന്നീട് എന്താ പറയാ, ഇവിടെ വാല്യൂ 1 ആയപ്പോ റെഡും ഗ്രീനും കത്തി നിൽക്കുന്നു. അതായത് എന്താ പറയാ, നമുക്ക് അറ്റ് എ ടൈം ഒരു LED മാത്രം കത്തിയാൽ മതി. ഓക്കെ. അപ്പോൾ നമ്മുടെ ലോജിക്കിൽ എന്തോ പ്രശ്നമുണ്ട്. അപ്പൊ നമുക്ക് അത് എങ്ങനെ മാറ്റാന്നുള്ളത് നോക്കാം. നമുക്ക് ലോജിക്കിൽ എന്താ പ്രശ്നമുള്ളത് നോക്കാം. ഇഫ് ടെമ്പറേച്ചർ ഈസ് ഈക്വൽ ടു 1 ആണെന്നുണ്ടെങ്കിൽ ഡിജിറ്റൽ റൈറ്റ് റെഡിന്റെ കാര്യം ഹൈ ആക്കാൻ നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. അതായത് ഈ ഒരു ഈ ഒരു ടെമ്പിന്റെ വാല്യൂ 0 ആണെന്നുണ്ടെങ്കിൽ ഡിജിറ്റൽ പിൻ ഹൈ ആക്കാൻ വേണ്ടി നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. ഓക്കെ. അപ്പൊ നമ്മൾ ലൈറ്റർ വെച്ച് ചൂടാക്കിയ സമയത്ത് റെഡ് LED ഹൈ ആയി. ഓക്കെ. നമ്മൾ നമ്മുടെ സിസ്റ്റം പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നമ്മുടെ ടെമ്പിന്റെ വാല്യൂ 1 ആയിരുന്നു, അതായത് നോർമൽ ടെമ്പറേച്ചർ ആയിരുന്നു. അപ്പോഴാണ് ഈ എൽസ് കണ്ടീഷൻ ആണ് അപ്പോൾ വർക്ക് ആയത്. അതുകൊണ്ടാണ് ആ ഗ്രീൻ LED ഓൾറെഡി വർക്ക് ആയത്. നോക്ക്, അതായത് ഞാനിപ്പോൾ സിസ്റ്റം റീസ്റ്റാർട്ട് ചെയ്യുക. സിസ്റ്റം റീസ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കണ്ടോ, ഗ്രീൻ LED കത്തി കിടക്കുന്നത് കണ്ടോ? ആ ഗ്രീൻ LED കത്തി കിടക്കുന്നതിന്റെ അർത്ഥം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ എൽ സ്റ്റേറ്റ്മെന്റ് ആണ് അവിടെ വർക്ക് ചെയ്യുന്നത്. അതായത് ടെമ്പിന്റെ വാല്യൂ 1 ആണ്. അപ്പൊ ഈ എൽ സ്റ്റേറ്റ്മെന്റ് വർക്ക് ചെയ്തു, അങ്ങനെ ഗ്രീൻ LED കത്തി. ഓക്കെ. അതുകൊണ്ടാണ് ആ ഗ്രീൻ LED ഇപ്പൊ കത്തിയേക്കുന്നത്. ഇനി ഞാൻ തീ കത്തിക്കാൻ പോവാം. തീ കത്തിക്കാൻ പോകുമ്പോൾ എന്താവും? ടെമ്പിന്റെ വാല്യൂ 0 ആവും. 0 ആവുമ്പോൾ എന്താ നടക്കാൻ പോകുന്നത്? റെഡിന്റെ വാല്യൂ ഹൈ ആവും. ഓക്കെ. റെഡിന്റെ വാല്യൂ ഹൈ ആയി. ഇനി ഈ 0യിൽ നിന്ന് 1ലേക്ക് ആവുമ്പോൾ എന്തെങ്കിലും മാറ്റം വരുമെന്ന് നോക്കാം. 0യിൽ നിന്ന് 1ലേക്കായി, ബട്ട് നമ്മുടെ റെഡ് LED കെട്ടില്ല, ഗ്രീൻ LEDയും കെട്ടില്ല, രണ്ടും കത്തി കിടക്കുക. അത് എന്തുകൊണ്ടാണെന്നറിയാവോ? നമ്മളിവിടെ ഗ്രീൻ LEDയും റെഡ് LEDയും ലോ ആക്കാനുള്ള കമാൻഡ് എഴുതിയിട്ടില്ല. മനസ്സിലായോ? കണ്ടോ, നമ്മളിവിടെ എഴുതിയിട്ടില്ല. ലോ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ നമ്മൾ എഴുതിയിട്ടില്ല റെഡിന്റെയും ഗ്രീന്റെയും കാര്യത്തിൽ. ഇതാണ് എംബെഡഡ് സിസ്റ്റത്തിന്റെ ഒരു പ്രത്യേകത. അതായത് നമ്മൾ ഈച്ച് ആൻഡ് എവരി ലൂപ്പ് ഹോൾസ് അടച്ചു വേണം നമ്മൾ പ്രോഗ്രാം റൈറ്റ് ചെയ്യാൻ. അതായത് ബഗ്ഗുകളൊന്നും വരാൻ പാടില്ല. ഇപ്പൊ ഞാനിവിടെ എന്റെ ആവശ്യം എന്തായിരുന്നു? അറ്റ് എ ടൈം ഒരു LED കത്താവും, ഒന്നുകിൽ റെഡ് അല്ലെങ്കിൽ ഗ്രീന്. പക്ഷെ ഞാൻ അതിനുള്ള ലൈൻ ഓഫ് കോഡ് എഴുതിയില്ല. അപ്പൊ ഞാൻ സിസ്റ്റം എക്സ്പെക്ട് ചെയ്ത പോലെ വർക്ക് ആയില്ല. അപ്പോൾ നിങ്ങളൊരു എംബെഡഡ് സിസ്റ്റം ഡിസൈൻ ചെയ്തിട്ട് നിങ്ങൾ ഡിസൈൻ ചെയ്ത പോലെ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് കുറെ ടൈം അത് ടെസ്റ്റ് ചെയ്ത് നോക്കണം. ഓക്കെ. അപ്പോൾ എംബെഡഡ് സിസ്റ്റം എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന കാര്യങ്ങൾ മാത്രമേ അതിൻ്റെ അത് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ. അപ്പോൾ നമ്മൾ ഇനി ഇവിടെ എന്താ മോഡിഫൈ ചെയ്യേണ്ടതെന്നുള്ളത് നോക്കാം. അപ്പോൾ ഞാനിവിടെ എൻ്റെ ഒരു ലോജിക്ക്, നിങ്ങൾക്ക് വേറെ ലോജിക്ക് ആയിരിക്കും കിട്ടുന്നത്. അപ്പൊ ഞാൻ എൻ്റെ ഒരു ലോജിക്ക് ഇവിടെ അപ്ലൈ ചെയ്യുക. അതായത് ടെമ്പറേച്ചർ 0, അതായത് ഹൈ ടെമ്പറേച്ചർ ആവുന്ന സമയത്ത് റെഡ് കത്തും. ഓക്കെ. റെഡ് കത്തുന്ന സമയത്ത് ഈ ലൂപ്പിൽ തന്നെ ഞാൻ എഴുതുക, ഈ ഒരു ലൂപ്പിൽ തന്നെ ഞാൻ ഡിജിറ്റൽ റൈറ്റ് ഗ്രീൻ ലോ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ എഴുതുക. ഓക്കെ. അപ്പൊ എന്താ സംഭവിക്കുക? ടെമ്പറേച്ചർ ഹൈ ആവുന്ന സമയത്ത് റെഡ് LED ഓൺ ആകും, ഗ്രീൻ LED ഓഫ് ആവും. അതേപോലെ തന്നെ ഞാൻ താഴത്തെ ലൂപ്പിൽ എഴുതാൻ പോകുന്നതും സെയിം സംഭവം തന്നെ. അതായത് ഗ്രീൻ LED ഹൈ ആവുന്ന സമയത്ത് റെഡ് LED ലോ ആവണം. ഓക്കെ. അപ്പൊ ഞാൻ ഒന്ന് കമ്പയർ ചെയ്ത് അപ്ലോഡ് ചെയ്ത് നോക്കാൻ പോവാം. ഓക്കെ. ഇതാ അപ്ലോഡ് ആയിട്ടുണ്ട്. സീരിയൽ മോണിറ്ററിൽ 1 ആണ് കാണിക്കുന്നത്, അതായത് നോർമൽ ടെമ്പറേച്ചർ ആണ്. ഗ്രീൻ LED കത്തി തന്നെ കിടക്കുന്നത്. ഓക്കെ. അപ്പൊ നമ്മൾ വിചാരിച്ച പോലെ വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കാം. നമ്മൾ വിചാരിച്ച പോലെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഇപ്പൊ ഗ്രീൻ LED കെടും, റെഡ് LED കത്തും. ഓക്കെ. വർക്ക് ആവുന്നുണ്ടോ എന്ന് നോക്കാം. ഞാൻ എന്താ ഇവിടെ കത്തിക്കാൻ പോവാണേ. കണ്ടോ, ഗ്രീൻ LED കെട്ടു, റെഡ് LED ഹൈ ആയി. ഓക്കെ. കണ്ടോ, ടെമ്പറേച്ചർ കൂടിയപ്പോ കണ്ടോ, ഇപ്പൊ നമ്മൾ വിചാരിച്ച പോലെ വർക്ക് ചെയ്തു. ഓക്കെ. ഇനി ഞാനൊരു ചെറിയ മോഡിഫിക്കേഷൻ കൂടെ വരുത്താൻ പോകും. എനിക്കൊരു മെസ്സേജും കൂടെ വന്നു, ഡേഞ്ചർ ഡേഞ്ചർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ എഴുതി കാണിക്കണം. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ഈ ഒരു ലൂപ്പിൽ, അതായത് ടെമ്പറേച്ചർ ഹൈ ആയാൽ എക്സിക്യൂട്ട് ചെയ്യുന്ന ആ ലൂപ്പിൽ തന്നെ ഒരു സീരിയൽ കമാൻഡും കൂടെ അടിച്ചു കൊടുക്കുമ്പോൾ സീരിയൽ ഡോട്ട് പ്രിന്റ് എൽ ഞാൻ എന്ത് കൊടുക്കും? ഡേഞ്ചർ.
ഡേഞ്ചർ എന്ന് കൊടുക്കുക. ഓക്കെ, ഡേഞ്ചർ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താ സംഭവിക്കുക? ടെമ്പറേച്ചർ ഹൈ ആവുന്ന സമയത്ത് ഡേഞ്ചർ എന്ന് പ്രിന്റ് ചെയ്യും. നമുക്ക് വേറൊരു സാധനം കൂടെ കൊടുക്കാം. ടെമ്പറേച്ചർ നോർമൽ ആയിരിക്കുന്ന സമയത്ത് സേഫ്. ഓക്കെ, സേഫ് എന്ന് പ്രിന്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടി കൊടുക്കാം. ഓക്കെ, ഞാനത് അപ്ലോഡ് ചെയ്തു. ഓക്കെ, കണ്ടോ? ഇപ്പോൾ സേഫ് സേഫ് എന്ന് പറഞ്ഞ് എഴുതി കാണിക്കുന്നേ. ഈ വണ്ണ് നമ്മൾ പ്രിന്റ് ചെയ്ത് കാണിക്കുന്നത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ടെമ്പിന്റെ വാല്യൂ നമ്മളിവിടെ പ്രിന്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ വണ്ണും കൂടെ ഓൾട്ടർനേറ്റീവ് ആയിട്ട് പ്രിന്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ തീ കത്തിക്കാൻ പോവാ. ഡേഞ്ചർ എന്ന് പറഞ്ഞ മെസ്സേജ് വരുന്നുണ്ടോ നോക്കാം. ഇതാ ഡേഞ്ചർ. ഓക്കെ, അതായത് തീ കത്തുന്ന സമയത്ത് റെഡ് ഓൺ ആയി, എന്നിട്ട് ഡേഞ്ചർ എന്ന് പറയുന്ന വാല്യൂ വന്നു. നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച ത്രഷോൾഡിന് താഴത്തേക്ക് പോയപ്പോൾ ടെമ്പറേച്ചർ നോർമൽ ആയി എന്ന് പറഞ്ഞുള്ള ഇൻഡിക്കേഷൻ, അതായത് സേഫ് എന്ന് പറയുന്നുള്ള ഒരു ഇൻഡിക്കേഷനും വന്നു. ഓക്കെ, ഇത്രയും വരെ ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിച്ചോ. ഡൗട്ട് എന്തുണ്ടെങ്കിലും ചോദിച്ചോ, നമുക്ക് ക്ലിയർ ചെയ്യാം. എല്ലാവരും ചെയ്ത് നോക്കേ. എല്ലാവരും ഈ സാധനം ചെയ്ത് നോക്കിയിട്ട് ഈ ഒരു സീരിയൽ മോണിറ്ററിന്റെ വാല്യൂ മാറുന്നത് എനിക്ക് വീഡിയോ എടുത്ത് ഗ്രൂപ്പിലേക്ക് ഇടണേ. അത് കഴിഞ്ഞാലേ ഞാൻ അടുത്ത സെഷനിലേക്ക് പോകത്തുള്ളൂ. ഓക്കെ, എല്ലാവരും ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് ഉറപ്പാണ്. അത് സമൃദ്ധി അതെന്താ അങ്ങനെ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആ ഒരു സെൻസറിന്റെ സർക്യൂട്ട് അങ്ങനെയാണ് ബിൽഡ് ചെയ്തേക്കുന്നത്. ഓക്കെ, നിങ്ങളിപ്പോ നിങ്ങളിപ്പോ വാങ്ങിക്കുന്ന സെൻസർ, നിങ്ങളിപ്പോ വേറൊരു കടയിൽ ചെന്നിട്ട് ഒരു സെൻസർ വാങ്ങിക്കുന്നിരിക്കും, ടെമ്പറേച്ചർ സെൻസർ, സെയിം ടെമ്പറേച്ചർ സെൻസർ വാങ്ങിക്കുമ്പോൾ അത് മേ ബി ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് വൺ ആയിരിക്കും തരുന്നത്. അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഡിസൈൻ ചെയ്ത എഞ്ചിനീയർ അതിന്റെ ഔട്ട്പുട്ട് ഹൈ ആക്കി വന്നം. എപ്പോ ടെമ്പറേച്ചർ ഹൈ ആവുന്ന സമയത്ത് ഇതിന്റെ ഔട്ട്പുട്ട് ഹൈ ആവണം എന്ന് പറഞ്ഞ് ഡിസൈൻ ചെയ്തേക്കുന്നുണ്ട്. അത് ഇന്റേണൽ സർക്യൂട്ടിന്റെ പ്രത്യേകതയാണ്. മനസ്സിലായോ? അതായത് ആ ഒരു ഓപ്പാമ്പിന്റെ പ്രത്യേകതയാണ്. അതിൽ യൂസ് ചെയ്തേക്കുന്ന ഓപ്പാമ്പിന്റെയും ആ ഒരു ഓപ്പാമ്പ് റിലേറ്റഡ് ആയിട്ടുള്ള സർക്യൂട്ടിന്റെ പ്രത്യേകതയാണ്. ഇൻവെർട്ടിങ് നോൺ ഇൻവെർട്ടിങ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? ആ ഒരു ടോപ്പോളജിയാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. ക്ലിയർ ആയോ? ഓക്കെ, അത് ഇലക്ട്രോണിക് സൈഡിലുള്ള പരിപാടിയാണ്. ഇപ്പൊ ഈ ഇലക്ട്രോണിക്സ് റിലേറ്റഡ് ആയിട്ട് അങ്ങനെ ഒരു സെൻസർ ഡിസൈനിങ് ഒക്കെ പഠിക്കുന്ന താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ കോഴ്സസ് ഒക്കെ നമ്മൾ ലേറ്റർ ഇറക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സമയത്ത് ജോയിൻ ചെയ്യാം. നമ്മൾ ഈ ഗ്രൂപ്പിലൊക്കെ ഇടുന്നതായിരിക്കും. നമ്മൾ സെൻസർ ഡിസൈനിങ്ങും അങ്ങനെ ഹാർഡ്വെയർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വർക്ക്ഷോപ്പും കൂടെ റൺ ചെയ്യുന്നുണ്ട്, ഒരു 1 മന്ത് ഒക്കെ. അത് ഇൻവേർട്ടിങ് ഓപ്പാമ്പ് ആണോ എന്ന് എനിക്ക് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. കാരണം ഞാൻ ഇപ്പൊ അതിന്റെ സർക്യൂട്ട് എടുത്ത് റെഫർ ചെയ്തിട്ടില്ല. സർക്യൂട്ട് എടുത്ത് റെഫർ ചെയ്താലേ പറയാൻ പറ്റത്തുള്ളൂ. മോസ്റ്റ്ലി അത് ഇൻവേർട്ടിങ് ആവാനാണ് ചാൻസ്. അതിന് എനിക്ക് ആ കോഡും ആ ഒരു വീഡിയോയും ഒന്ന് ഷെയർ ചെയ്യാവോ? ഓക്കെ, ഔട്ട്പുട്ട് കറക്റ്റ് ആണ്, സീരിയൽ മോഡിൽ ഒന്നും കാണിക്കുന്നില്ല. ഓക്കെ, ആ കോഡ് എല്ലാവരും ഷെയർ ചെയ്ത്, ഇറർ ഉള്ളവരെല്ലാവരും ഷെയർ ചെയ്ത്.
ഏബിൾ ഇപ്പൊ ഇട്ടേക്കുന്ന വീഡിയോക്കകത്തില്ലേ, ഗ്രൗണ്ടിലേക്ക് തന്നെയാണോ കണക്ട് ചെയ്തേക്കുന്നത്? ഗ്രൗണ്ടിന്റെ അവിടെ പിന്നെ പ്രോപ്പർ ആയിട്ട് തന്നെയാണോ കണക്ട് ചെയ്തേക്കുന്നത്? ഗ്രീൻ കത്തുന്നുണ്ടല്ലോ. റെഡ് കത്തുന്നില്ല. ഉം. ആ റെഡിന്റെ പിന്നെ കറക്റ്റ് ആയിട്ടാണോ കൊടുത്തേക്കുന്നത് നോക്കൂ. ഉം. വിവേകിന് ഇൻഡിക്കേഷൻ പ്രോപ്പർ ആയിട്ട് വരുന്നുണ്ടോ? Okay. ആഹ് ഈ LED ഗ്രീൻ കത്തിയിട്ട് റെഡ് കത്താത്ത ഇഷ്യൂ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കണക്ഷന്റെ ആണ്. നിങ്ങളുടെ ലോജിക്കിന് പ്രശ്നമൊന്നുമില്ല ഇപ്പൊ ഇട്ടേക്കുന്ന കോഡിൽ ആർക്കും. നിങ്ങൾ കണക്ഷൻ ചെക്ക് ചെയ്യുക. വിവേകിന് ഒന്നും പ്രിന്റ് ആവുന്നില്ലെന്നാണോ പറയുന്നത്? നത്തിങ്, ഡേഞ്ചറും ഇല്ല സേഫും ഇല്ല. ഏബിൾ പ്രീസെറ്റ് ഒന്നും അഡ്ജസ്റ്റ് ചെയ്യണ്ട. അതാ കണക്ഷന്റെ തന്നെ ആവാനേ ചാൻസ് ഉള്ളൂ. പ്രീസെറ്റ് കാരണം നിങ്ങൾക്ക് സീരിയൽ മോഡിൽ കറക്റ്റ് വാല്യൂ കാണിക്കുന്നില്ലേ? ഡേഞ്ചറും സേഫും കറക്റ്റ് ആയിട്ട് കാണിക്കുന്നില്ലേ? അപ്പോൾ മറ്റേ നമ്മുടെ സെൻസറിൽ നിന്ന് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ട്. ആ ഒരു കണക്ഷൻ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. പിന്നൊക്കെ കറക്റ്റ് ആയിട്ട് അസൈൻ ചെയ്തേക്കുന്ന പിന്നിൽ തന്നെയാണോ കണക്ട് ചെയ്തേക്കുന്നതെന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതായത് റെഡ് 11ലേക്കാണോ എന്നും ഗ്രീന് 12ലേക്കാണോ എന്നും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കേ. വിവേക്, ഈ കോഡ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്ത് ഗ്രൂപ്പിലേക്ക് ഇടാവോ?
വിവേക്, എനിക്ക് ആ കോഡ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ വേണമെങ്കിൽ ഷെയർ ചെയ്ത് കാണിക്കാം. ഉം. ഇതാ ഇപ്പോ വിവേകിന്റെ ഈ കോഡാണ് വർക്ക് ചെയ്യുന്നത്. ഇല്ല. ഉം. വിവേകിന്റെ ഈ കോഡ് ഞാൻ എന്ത് ചെയ്യുക, അപ്ലോഡ് ചെയ്യുക. ഓക്കെ, ഇതാ സേഫ് എന്ന് പറഞ്ഞ് കാണിച്ചു. ഞാൻ എന്താ കത്തിക്കുക. കണ്ടോ, ഡേഞ്ചർ ഒന്ന് കണ്ടോ, കണ്ടോ. ഞാൻ വേറെ മാറ്റമൊന്നും വരുത്തിയിട്ടില്ല, ഞാൻ ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്യുമായിരുന്നു. എനിക്ക് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. എന്താന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യോ വിവേക്? വേറെ പ്രശ്നമൊന്നുമില്ല. ഓക്കെ ഓക്കെ, അങ്ങനത്തെ ഗ്ലിച്ചസ് ഒക്കെ ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട് സീരിയൽ മോണിറ്ററിന്റെ. ഓക്കെ ഫൈൻ. മുസ്ലിം തീ കാണിക്കേണ്ടത് ആ ഒരു കറുത്ത എലമെന്റ് ഇല്ലേ, ദാ ഇത്, അവിടെയാണ് തീ കാണിക്കേണ്ടത്. ഓക്കെ, ഡിലേ വേണ്ട. ഡിലേ ഇട്ട് കൊടുത്താൽ നമ്മുടെ റെസ്പോൺസ് ഭയങ്കര സ്ലോ ആവും. ഓക്കെ, ഏബലിന്റെ ഓക്കെ ആയില്ലേ? ഓക്കെ, മൈക്ക് ഞാൻ എനേബിൾ ആക്കാം. മൈക്ക് എനേബിൾ ആക്കിയിട്ടുണ്ട്. സാർ പറഞ്ഞോ. ഇതില് ഉം, ഓട്ടോമാറ്റിക് ആയിട്ട് ഇതില് സേഫും ഡേഞ്ചർ ഒക്കെ വരുന്നുണ്ട്. അതായത് മറ്റേ സെൻസിറ്റിവിറ്റി മാക്സിമം ആക്കി വെക്കുമ്പോ ഓട്ടോമാറ്റിക് പച്ച ലൈറ്റ് എത്തൂല ഉം, സെൻസർമേല്. ഉം. അങ്ങനെ വരുമ്പോ ഡേഞ്ചറും സേഫും പിന്നെ മറ്റേ ലൈറ്റ് പച്ചക്ക് കത്തുണ്ട്. അപ്പൊ പക്ഷേ എന്ത് ചെയ്യണമെന്ന് നമ്മള് വെച്ചാൽ, ആ സെൻസിറ്റിവിറ്റി കുറച്ച് ജസ്റ്റ് കുറച്ചിട്ട് പച്ച കത്തണ ആ ലിമിറ്റിന്റെ അവിടെ കൊടുന്ന് നിൽക്കുമല്ലോ, ആ നേരത്തെ ആക്കിയാണ്. ആ അങ്ങനെ വെച്ചിട്ട് കേൾക്കുന്നില്ല, ഒന്നും ക്ലിയർ ആവുന്നില്ല. കുറെ ക്ലിയർ കത്തിച്ച് ആവുന്നില്ല ഒന്നും. നോക്കി. അങ്ങനെ ആകുമ്പോ തീ കത്തിച്ചിട്ട് ലൈറ്റ് ചേഞ്ച് ആണ്. മുസ്ലിം അതായത് കേൾക്കുന്നില്ല. ഇപ്പോഴോ? ഇപ്പൊ കേൾക്കാം, പറഞ്ഞോ. അതായത് ഫസ്റ്റ് ഈ ഓട്ടോമാറ്റിക് സെൻസിറ്റിവിറ്റി മാക്സിമം ആക്കി വെക്കുമ്പോ ചുവപ്പ് ലൈറ്റ് എത്തുന്നുണ്ട്. അതേപോലെ ഡേഞ്ചർ മോണിറ്ററിൽ പ്രിന്റ് ചെയ്യണമുണ്ട്. ഓക്കെ. പക്ഷെ ഈ സെൻസിറ്റിവിറ്റി മറ്റേ മാക്സിമത്തിന്റെ തൊട്ട് ആ ലിമിറ്റ് വരെ ആക്കുമല്ലോ, പച്ച ലൈറ്റ് കത്തണതിന്റെ തൊട്ട് മുമ്പ് വരെ. ഉം, അങ്ങനെ ആക്കി വെച്ചിട്ട് തീ കത്തിക്കുമ്പോ ലൈറ്റ് കത്തണില്ല, ചുവപ്പ് ലൈറ്റ് കത്തണില്ല. ഉം. അത് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ പ്രീസെറ്റ് കൊടുത്തേക്കുന്നത്, മനസ്സിലായോ? അതായത് നമ്മുടെ അല്ല സിസ്റ്റത്തിലെ അങ്ങനെ ബിഹേവിയർ അനുസരിച്ചിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ പ്രീസെറ്റ് കൊടുത്തേക്കുന്നത്. അതന്നെ, അത് അങ്ങനെ തീ കത്തിച്ചിട്ട് പിന്നെ അത് ഇതാവണില്ല, ലൈറ്റ് ചേഞ്ച് ആവണില്ല. എങ്ങനെ മനസ്സിലായില്ല, ഒന്നുകൂടെ പറയോ? അതായത് ഇപ്പൊ നമ്മള് സെൻസിറ്റിവിറ്റി കുറച്ച് വെച്ച് എന്നിട്ട് തീ കത്തിച്ച്, ഉം. തീ കത്തിക്കുമ്പോ ചുവപ്പ് ലൈറ്റ് കത്തണല്ലോ. ആ ഇല്ല, പക്ഷെ ലൈറ്റ് അങ്ങ് കത്തണില്ല. പറ്റ കുറച്ച് വെച്ചാല് അല്ല കത്തില്ല. പറ്റല്ല, മറ്റേ മാക്സിമത്തിന്റെ ഒരു കുറച്ച് കുറച്ച് വെക്കല്ലോ, ഉം. ആ ലിമിറ്റ് നേരത്തെ സാറ് കാണിച്ചിരുന്നില്ലേ, അതൊരു ആ ആ പച്ച ലൈറ്റ് കത്തണതിന്റെ തൊട്ടും വരെ. ആ അങ്ങനെ ആക്കി വെച്ച് എന്നിട്ട് തീ കത്തിക്കുമ്പോ ഇത് കത്തണില്ല, ചുവപ്പ് ലൈറ്റ് കത്തണില്ല. പച്ച ലൈറ്റ് കത്തുന്നുണ്ടോ? പച്ച ലൈറ്റ് ആ സെൻസിറ്റിവിറ്റി ആക്കുമ്പോ കത്തുണ്ട്. അല്ല, ഞാൻ അതായത് ചോദിച്ചത് ഇപ്പൊ ഓട്ടോമാറ്റിക് എന്റെ കത്തണ്. സെൻസറിൽ എപ്പോ സീറോ വന്നാലും അവിടെ ആ ലൈറ്റ് കത്തും. അതാ ഞാൻ ചോദിച്ചത്. അതായത് നമ്മൾ ഓട്ടോമാറ്റിക് സെൻസിറ്റിവിറ്റി ഇപ്പൊ മാക്സിമം ആക്കി വെക്കുമ്പോ ആ പച്ച ലൈറ്റ് കത്തുന്നുണ്ട് സെൻസർ. പക്ഷെ നേരെ തന്നെ. മറിച്ച് ആ അതായത് നേരത്തെ സാറിന്റെ തന്നെ കത്തില്ലേനാ, സെൻസിറ്റിവിറ്റി ആ മാക്സിമം ആക്കി വെക്കുമ്പോ ആ ആ തീ കത്തിക്കാതാ. ആ അങ്ങനെ ആ പച്ച ലൈറ്റ് കത്തുന്നുണ്ട്. അല്ലേ, പക്ഷെ ആ സെൻസിറ്റിവിറ്റി കുറച്ചിട്ട് തീ കത്തിക്കുമ്പോ ആ ചുവപ്പ് ലൈറ്റ് കത്തണില്ല. കത്തുന്നില്ല.
ഇല്ല. കൊറേ കത്തിച്ചോ ആ സെൻസിങ് എലമെന്റ്? അങ്ങനെയാണെങ്കിൽ സെൻസിങ് എലമെന്റ് കത്തിപ്പോയിട്ടുണ്ടോ? തീ അതിന്റെ അല്ല. കൊറേ അടുത്ത് കൊണ്ടുപോയോ? ആ പക്ഷെ അത് ഞാൻ പിന്നെ അതിന്റെ ശേഷം അത് കത്തി പോയിക്കണോ നോക്കാൻ വേണ്ടിട്ട് സെൻസിറ്റിവിറ്റി കൂട്ടി വെച്ചിട്ട് നോക്കിയ അപ്പൊ സാധനം നമ്മളെ പച്ച ലൈറ്റ് ഒക്കെ കത്തുണ്ട്. വേറെ പ്രശ്നമൊന്നും കാണിക്കണില്ല. അല്ല, പച്ച ലൈറ്റ് കത്തുന്നത് ഡിപ്പെൻഡ് ചെയ്യുന്നത് സെൻസറിനെ അല്ല, അത് ആ ഓപ്പാമ്പിനെ ഏ, ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് കത്തുന്നത്. അതായത് ഓ, ആ ഒരു സെൻസർ അവിടെ നിന്ന് റിമൂവ് ചെയ്തിട്ട് ആ ഒരു ഓപ്പാമ്പ് ലൈക്ക് ആ ഒരു പ്രീസെറ്റ് തിരിച്ചാലും അവിടെ പച്ച ലൈറ്റ് കത്തും. ഞാൻ ചോദിച്ചതേ ആ, ആ അതായത് ഞാനിപ്പോ കാണിച്ചു തരാം. ഉം. ഇതാ ഇപ്പോ എന്റെ പച്ച കത്തി. ഇങ്ങനെ കത്തി നിന്നിട്ട് കാര്യമില്ല. ഓക്കെ, ആ ആ ഞാൻ കുറച്ച് പൊടിക്ക് താത്തി. ഓക്കെ, ഇപ്പോ ഇപ്പൊ ഇത് നല്ല സെൻസിറ്റീവ് ആയിരിക്കും സെൻസർ. അതന്നെ. പക്ഷെ ഇങ്ങനെ ലൈറ്റ് കത്തിക്കുമ്പോ എന്റെ കത്തണില്ല. ഇതേ ഒരു ലിമിറ്റിൽ വെച്ചിട്ട് കത്തിക്കുമ്പോ ലൈറ്റ് ഒരു മാറണില്ല. ഒരു പ്രാവശ്യം പോലും കത്തിയില്ല. ഇല്ല. ഈ റെഡ് ലൈറ്റ് കത്തുന്നുണ്ടോ അതിന്റെ അകത്ത്? ആ റെഡ് ലൈറ്റ് കത്തുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ പ്രീസെറ്റ് ഒന്ന് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ തിരിച്ചൊന്ന് വെച്ച് നോക്കിയേ, ഏറ്റവും എൻ പോയിന്റിൽ. അതായത് ആ പച്ച ലൈറ്റിന്റെ തൊട്ട് മുമ്പ് വരെ പറഞ്ഞ്. അല്ല, എൻഡ് പോയിന്റ് ഇല്ലേ, ഏറ്റവും എൻഡ് പോയിന്റ്. അതായത് ആന്റി ക്ലോക്ക് വൈസിൽ മാക്സിമം നമുക്ക് തിരിക്കാൻ പറ്റുന്ന ആ ഒരു പോയിന്റിൽ കൊണ്ട് വെച്ച് നോക്കി. ഏബൽ ഇപ്പൊ എന്റെ പ്രോഗ്രാം അനുസരിച്ച് റെഡ് 10-ലാണ് കൊടുക്കേണ്ടത്, ഗ്രീൻ 12-ലുമാണ് കൊടുക്കേണ്ടത്. അങ്ങനെ ആക്കിയിട്ട് കത്തിച്ച് നോക്കി പക്ഷെ ആവണില്ല. കത്തുന്നില്ലല്ലേ? ഇല്ല. അങ്ങനെയാണെങ്കിൽ ആ സെൻസറിന് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടാവും. തീ കത്തിച്ച് ആ നോക്കിയപ്പോ ആ ഐസിയുടെ ആ ഭാഗത്തേക്ക് എങ്ങാനും എന്തെങ്കിലും പോയായിരുന്നോ? ഇല്ല. ഞാൻ ഫസ്റ്റ് കത്തിക്കലിന് തന്നെ ഒന്നും ആയില്ല. ഇല്ല. ഇല്ല. പക്ഷെ സംഭവം മറ്റേ സെൻസിറ്റിവിറ്റി ചേഞ്ച് ആക്കിയിട്ടാവുമ്പോ എല്ലാം വരുന്നൊക്കെ ഉണ്ട്. സെൻസറിന്റെ പ്രശ്നം തന്നെ ആവോ? അങ്ങനെ അങ്ങനെ ചോദിച്ചാല് ആ സെൻസറിന്റെ പ്രശ്നമാണോ എന്ന് അറിയാൻ വേണ്ടി അടുത്ത കോഡ് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, അടുത്ത ആ ആ അനലോഗിന്റെ കൂടെ നോക്കുന്ന സമയത്ത് നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റും സെൻസറിന്റെ ആണോ ഇല്ലയോ എന്നുള്ളത്. ഓക്കെ, അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യും. ഓക്കെ. അല്ലെങ്കിൽ ആ ഞാൻ അതിപ്പോ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. മുഫിലിന് എനിക്ക് വാട്സപ്പിൽ ഒരു ഹായ് അയക്കും, ഞാൻ ആ കോഡ് സെൻഡ് ചെയ്ത് തരാം. പേഴ്സണൽ ആയിട്ടാണോ അയക്കേണ്ടത്? ആ അതെ അതെ. ഈ ശരത്ത് എന്നുള്ള നമ്പർ അല്ലേ? ആ അത് തന്നെ അത് തന്നെ. അയച്ചിട്ടുണ്ട്.
മുഫ്ലിന് ഞാനിപ്പോൾ ആ കോഡ് ഷെയർ ചെയ്തിട്ടുണ്ട്, അതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. അപ്പോൾ തീ കത്തിക്കുന്ന സമയത്തെ അവിടെ ഉണ്ടാവുന്ന വാല്യൂസിന് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടാവുന്നുണ്ടെങ്കിൽ സെൻസർ ഓക്കെയാണ്, വർക്കിംഗ് ആണ്. ഇല്ലാന്നുണ്ടെങ്കിൽ സെൻസർ പോയതാ. ഓക്കെ, അപ്പൊ ആർക്കും വേറെ ഡൗട്ട് ഒന്നും ഇല്ലല്ലോ. അപ്പൊ നമ്മളിപ്പോ ഇവിടെ ഇപ്പൊ ഞാനിപ്പോ ഡെമോൺസ്ട്രേറ്റ് ചെയ്തില്ലേ ഈ ഒരു ടെമ്പറേച്ചർ സെൻസറും ഈ ലൈറ്റ് ഒക്കെ വെച്ചിട്ട്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഈ സിനിമയിലും ഹോട്ടലിലും ഒക്കെ പോകുമ്പോൾ ആരെങ്കിലും സ്മോക്ക് ചെയ്താലും അല്ലെങ്കിൽ തീയൊക്കെ കത്തുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് അലാം ഉണ്ടാക്കിയിട്ട് വെള്ളമൊക്കെ സ്പ്രേ ചെയ്യത്തില്ലേ, ആ ഒരു സെയിം സിസ്റ്റം ആണ് ഞാനിപ്പോ ഇവിടെ ഉണ്ടാക്കിയത്. ഓക്കെ, മനസ്സിലായോ? അതായത് നമ്മുടെ ഒരു പ്രൊഡക്റ്റ് ആണ് ഞാനിപ്പോ ഉണ്ടാക്കിയത്. ഓക്കെ. ഓക്കെ, അപ്പോ ഇപ്പൊ ഇപ്പൊ നമ്മളിപ്പോ ചെയ്തതെന്ന് വെച്ചാൽ ഒരു ഫുള്ളി ഫങ്ഷണൽ എംബഡഡ് സിസ്റ്റം എന്ന് പറയാം. കാരണം ഇതിന് നമ്മളൊരു സെൻസറിൽ നിന്ന് ഇൻപുട്ട് എടുത്തിട്ടുണ്ട്, നമ്മളൊരു പ്രോസസ്സ് അവിടെ ചെയ്തിട്ടുണ്ട്, നമ്മൾ എന്നിട്ട് ആ ഒരു പ്രോസസ്സിന്റെ ഔട്ട്പുട്ട് ഒരു എക്സ്റ്റേണൽ ഡിവൈസിലേക്ക് കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മളിവിടെ ഇൻപുട്ട് എടുത്ത സെൻസർ ടെമ്പറേച്ചർ സെൻസർ ആണ്, പ്രോസസ്സ് ചെയ്തത് മൈക്രോ കൺട്രോളറിലാണ്, നമ്മൾ ഔട്ട്പുട്ട് കൊടുത്തു. ആ ഔട്ട്പുട്ട് ഡിവൈസ് രണ്ട് LED ആണ്. ഓക്കെ, നമ്മളിപ്പോ ഇവിടെ ഈ LED കൊടുക്കുന്നതിന് പകരം ഞാനിപ്പോ പറഞ്ഞ ഫയർ അലാറത്തിലാണെങ്കിൽ അവിടെ ഒരു സ്പീക്കർ ട്രിഗർ ചെയ്യും, അല്ലാന്നുണ്ടെങ്കിൽ ഒരു വാട്ടർ പമ്പിന്റെ വാൽവ് ഓപ്പൺ ചെയ്യും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മളൊരു ബേസിക് സിമ്പിൾ ആയിട്ടുള്ള ഒരു എംബഡഡ് സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു സെൻസേഴ്സും ഈ നമ്മൾ കൺട്രോൾ ചെയ്യുന്ന മൊഡ്യൂൾസും അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആവുന്നേ ഉള്ളൂ, ലോജിക് ഒക്കെ സെയിം തന്നെ ആയിരിക്കും എല്ലാത്തിലും. ഓക്കെ, ഇനി ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടോ? മുസ്ലിന്റെ റെഡി ആയോ? ചെയ്ത് നോക്കിയോ? നോക്കിക്കൊണ്ടിരിക്കുന്നു, കമ്പയർ ചെയ്തിട്ട്. ഓക്കെ ഓക്കെ ഓക്കെ. ആ, ഇനിയിപ്പോ നമുക്ക് നമ്മുടെ അടുത്ത സ്റ്റേജിലേക്ക് പോവാം. ആ, നമ്മളിപ്പോ ഓൾറെഡി ഒരു അനലോഗ് പിന്ന് A0 പിന്ന് നമ്മളവിടെ കണക്ട് ചെയ്ത് വെച്ചിട്ടില്ലേ? ആ ഒരു A0 പിന്നും കൂടെ നമുക്ക് നോക്കാം. ഓക്കെ, ഈ A0 പിൻ അതായത് അനലോഗ് പിൻ എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ അവിടെ ഉണ്ടാവുന്ന നമ്മളിപ്പോ കൊടുക്കുന്ന തീ, ആ തീയുടെ ഇന്റൻസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ ഒരു അനലോഗ് വാല്യൂ അല്ലെങ്കിൽ അനലോഗ് പിന്ന് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ഡിജിറ്റൽ പിൻ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താണ് 0 അല്ലെങ്കിൽ 1 എന്ന് പറയുന്ന ഒരു വാല്യൂ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ നമ്മൾ ഡിജിറ്റൽ പിന്നെ യൂസ് ചെയ്യുമ്പോൾ, അല്ല അനലോഗ് പിന്നെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ 0യ്ക്കും പിന്നെ 1നും ഇടയിലുള്ള കുറെ വാല്യൂസ് കാണാൻ പറ്റും. ഓക്കെ, പക്ഷെ അനലോഗ് എന്ന് പറയുമ്പോൾ നമുക്ക് 0യ്ക്കും 1നും ഇടയിലായിരിക്കില്ല വാല്യൂ കാണുന്നത്. ഇപ്പൊ ദാ ഇവിടെ ഈ സീരിയൽ മോഡൽ കാണുന്ന പോലെ 600, അതായത് 0യ്ക്കും 1023ക്കും ഇടയിലുള്ള വാല്യൂസ് ആയിരിക്കും കാണുന്നത്. ഓക്കെ, ആ 1023 ഡിപ്പെൻഡ് ചെയ്യുന്ന അതിന്റെ ആ ഒരു ബിറ്റ് റെസൊല്യൂഷനെയാണ്. ഓക്കെ. ഓക്കെ, അപ്പൊ നമ്മൾ ചെയ്യാം, നമ്മൾ ഓൾറെഡി ഇവിടെ അനലോഗ് പിന്നെ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ വരുന്ന വാല്യൂസ് മുഴുവൻ ഡെസിമലിലാണ്. ഓക്കെ, അപ്പൊ നമുക്ക് അവിടെ ചെയ്യേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഡെസിമലിനെ അസൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു വേരിയബിളും കൂടെ ഡിഫൈൻ ചെയ്യണം. അപ്പൊ ഞാൻ ചെയ്യാൻ പോകുന്നത് ഫ്ലോട്ട് ആണ്. ഫ്ലോട്ട് ഡിഫൈൻ ചെയ്തു. temp1 എന്ന് പറയുന്ന ഒരു വേരിയബിൾ ആണ് ഞാനിപ്പോ ഡിഫൈൻ ചെയ്തേക്കുന്നത്. ഓക്കെ, temp1 ഞാൻ ഡിഫൈൻ ചെയ്തു. എന്നിട്ട് ആ temp1ലേക്ക് അനലോഗ് റീഡ് ചെയ്യുന്ന വാല്യൂ ഞാൻ അസൈൻ ചെയ്യാൻ പോവാ. ഓക്കെ, ഇവിടെ നമ്മൾ ഡിജിറ്റൽ വാല്യൂ റീഡ് ചെയ്യാൻ വേണ്ടി ഡിജിറ്റൽ റീഡ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ആണ് യൂസ് ചെയ്തത്. അപ്പോൾ സപ്പോസ് ഈസിലി നമുക്ക് ആലോചിച്ചെടുക്കാം, അനലോഗ് വാല്യൂ റീഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ അനലോഗ് റീഡ് ആണ്. ഓക്കെ, അനലോഗ് റീഡ്. ഓക്കെ, അനലോഗ് റീഡ്
A0യിലാണ് നമ്മൾ കണക്ട് ചെയ്തത്. അപ്പോൾ A0 കൊടുത്തു. ഓക്കെ, ഇപ്പൊ നമ്മൾ അനലോഗ് വാല്യൂ റീഡ് ചെയ്ത് അത് temp1 എന്ന് പറയുന്ന ഒരു ഫ്ലോട്ട് ഡാറ്റ ടൈപ്പ് ഉള്ള ഒരു വേരിയബിളിലേക്ക് നമ്മൾ സ്റ്റോർ ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ സീരിയൽ പ്രിന്റ് temp1 ആണ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. കോഡ് ഞാൻ കമ്പൈൽ ചെയ്തു, ഡൗൺലോഡ് ചെയ്തു. ഓക്കെ, അപ്പൊ അതാ നോക്ക്, കണ്ടോ അവിടെ വാല്യൂസ് മാറുന്നുണ്ടോ? ഓക്കെ, വായിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാൻ ആ സീരിയൽ പ്രിന്റ് ഫംഗ്ഷൻ ഒക്കെ ഞാൻ കമന്റ് ചെയ്തിടുക. കമന്റ് ചെയ്യുമ്പോൾ, അതായത് ഫ്രണ്ടിൽ 2 ഡബിൾ സ്ലാഷ് ഇടുമ്പോൾ അത് കമന്റ് ആവും. പിന്നെ ആ ഒരു ലൈനിനെ നമ്മുടെ കോഡ് എക്സിക്യൂട്ട് ചെയ്യത്തില്ല. ഓക്കെ, ഇതാ ഇപ്പൊ കണ്ടോ 64 ഇപ്പൊ വാല്യൂ ഏകദേശം കാണിക്കുന്നത് 642 ഒക്കെയാണ്. ഓക്കെ, 642 ആ ഒരു റേഞ്ചിലൊക്കെയാണ് വാല്യൂ കാണിക്കുന്നത്. അപ്പൊ ഞാൻ എന്താ തീ കത്തിക്കാൻ പോകും. അപ്പൊ വാല്യൂ മാറുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കാം. ഞാനിപ്പോ ദൂരെ നിന്നാണ് തീ കൊണ്ടുവരുന്നത്, അടുത്തേക്ക് പതുക്കെ പതുക്കെ കൊണ്ടുവരിക. നിങ്ങൾക്ക് ആ വ്യത്യാസം കാണാൻ പറ്റുന്നുണ്ടോ? കണ്ടോ വാല്യൂ മാറുന്ന കണ്ടോ? നിങ്ങൾക്ക് അത് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് അറിഞ്ഞൂടാ. 640 എന്നുള്ള 632 ഒക്കെ ഞാൻ കുറച്ചുകൂടെ അടുത്തേക്ക് കൊണ്ടുവരിക. കുറച്ചുകൂടെ അടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ 630 എന്നുള്ളത് 620 ഒക്കെ ആവുന്നുണ്ട് ഇവിടെ. ഓക്കെ, ഞാൻ സീരിയൽ മോണിറ്റർ ഒന്നുകൂടെ ക്ലോസ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യാം. ഇതാ ഇപ്പോ 645 ഒക്കെയാണ് അതിന്റെ റേഞ്ച്. ഓക്കെ, ഞാൻ ഇനി തീ കത്തിക്കാൻ പോവാ. ഇപ്പൊ കണ്ടോ 536 ഒക്കെ ആയി. ഇതാണ് അനലോഗ് വാല്യൂ യൂസ് ചെയ്യുമ്പോൾ ഉള്ള പ്രത്യേകത. അതായത് നമുക്കിപ്പോ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഒരു അലാറം ഡിസൈൻ ചെയ്യുക. ഞാൻ അനലോഗിന്റെ യൂസാ പറയുന്നത്. ആ അലാറം ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പോ ഒരു ഹോട്ടലിലേക്കാണ് ഈ അലാറം ഡിസൈൻ ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഹോട്ടലിലേക്ക് ഡിസൈൻ ചെയ്യാം. അതായത് ഈ അലാറം തന്നെ പല ടൈപ്പ് ഉണ്ടല്ലോ. നമുക്ക് വീട്ടിൽ വെക്കാവുന്ന അലാറം ഉണ്ട്, ഹോട്ടലിൽ വെക്കാവുന്നതുണ്ട്, കിച്ചണിൽ വെക്കുന്ന വേറെ ടൈപ്പാണ്. ഓക്കെ, അപ്പൊ ഞാൻ 2 എക്സാമ്പിൾ അറിയാം. ഇപ്പൊ ഹോട്ടലിൽ തന്നെ 2 ടൈപ്പ്, ഒന്ന് കിച്ചണിലും യൂസ് ചെയ്യാം, ഒന്ന് നോർമൽ റൂമിലും യൂസ് ചെയ്യാം. അപ്പൊ നോർമൽ റൂമിൽ തീ ഉണ്ടാവാൻ യാതൊരു സാധ്യതയില്ല, അതായത് ഒരു ചെറിയ തീ പോലും ഉണ്ടാവില്ല. ഓക്കെ, അങ്ങനെയുള്ള സമയത്ത് ഇതിന്റെ സെൻസിറ്റിവിറ്റി, അതായത് നമ്മൾ ട്രിഗർ ചെയ്യേണ്ട സെൻസിറ്റിവിറ്റി, അതായത് ഒരു ചെറിയ തീ അല്ലെങ്കിൽ ഒരു ചെറിയ ടെമ്പറേച്ചർ ഡിഫറൻസ് വരെ ഡിറ്റക്ട് ചെയ്യണം. അപ്പൊ ഇതിന്റെ സെൻസിറ്റിവിറ്റി നമ്മൾ എത്രയാക്കും? തീ ഡിറ്റക്ട് ചെയ്ത് തുടങ്ങുന്ന സെൻസിറ്റിവിറ്റി നമ്മൾ ചെയ്യും. അതായത് അതായത് നോർമൽ കണ്ടീഷനിൽ ഇത് 646 ആണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ തീ ഡിറ്റക്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ അസ്യൂം ചെയ്യുക അതൊരു 630യിലേക്ക് മാറും. ചെറിയ തീ ഡിറ്റക്ട് ചെയ്യുമ്പോൾ തന്നെ ഒരു 630യിലേക്ക് മാറും. ഓക്കെ, അപ്പോ നമ്മൾ ബെഡ്റൂമിൽ വെക്കുന്ന സെൻസറിന് നമ്മൾ ട്രിഗർ ചെയ്യുന്ന സെൻസിറ്റിവിറ്റി ത്രഷോൾഡ് വാല്യൂ സെറ്റ് ചെയ്യാൻ പോകുന്നത് 630 ആയിരിക്കും. അതേപോലെ തന്നെ ഇപ്പൊ കിച്ചണിലേക്ക് നമ്മൾ ഈ സെയിം സെൻസർ തന്നെ വയ്ക്കുക. അപ്പൊ അത് കാലിബ്രേറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കിച്ചൺ എന്ന് പറയുന്നത് അത്യാവശ്യം ചൂടുള്ള ഒരു അന്തരീക്ഷമാണ്. അവിടെ കുക്ക് ചെയ്യുന്നതിന്റെ തീയൊക്കെ അത്യാവശ്യമൊക്കെ വരും. ഓക്കെ, അവിടെ നമുക്ക് തീ സെൻസ് ചെയ്യേണ്ടത് ഓവർ ആയിട്ടുള്ള ടെമ്പറേച്ചർ വരുമ്പോഴാണ്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഞാൻ ത്രഷോൾഡ് വാല്യൂ സെറ്റ് ചെയ്യാൻ പോകുന്ന ഒരു 520, 530 അല്ലെങ്കിൽ 570 എന്ന് പറയുന്ന ഒരു റേഞ്ചിലായിരിക്കും. ഓക്കെ, അപ്പോ ഞാൻ ആ ഒരു എക്സാമ്പിളും കൂടെ ഇവിടെ കാണിച്ചു തരാം. ഓക്കെ, ഇപ്പൊ ഞാൻ ടെമ്പറേച്ചർ 1, അതായത് ആ ഒരു അനലോഗ് റീഡ് ചെയ്ത് വാല്യൂ ഇവിടെ പ്രിന്റ് ചെയ്ത് കാണിച്ചു. എന്നിട്ട് ഞാൻ മുമ്പത്തെ സെയിം ഇഫ് സ്റ്റേറ്റ്മെന്റ് തന്നെ മോഡിഫൈ ചെയ്യുക. ഇഫ് temp1 ഈസ് ഈക്വൽ ടു, ഇപ്പൊ നോർമലി ഉള്ള വാല്യൂ ഇവിടെ നമുക്ക് സീരിയൽ മോഡിൽ കാണാൻ പറ്റും, 640 ആ ഒരു റേഞ്ചിലാണ്. അപ്പൊ ഞാൻ temp വാല്യൂ ഈസ് ഈക്വൽ ടു temp വാല്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 640 ആണെന്നുണ്ടെങ്കിൽ, ഓക്കെ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 640 ആണെന്നുണ്ടെങ്കിൽ എന്താ പറയാ, ഞാൻ ഈ ഒരു ഭാഗം കൂടെ കമന്റ് ചെയ്യുവാണ്. നമുക്ക് ആ ഒരു LED തൽക്കാലം ഒഴിവാക്കാം. അതായത് നോർമൽ എന്നുള്ള കണ്ടീഷൻ, നോർമൽ അതായത് ഇപ്പൊ നമ്മുടെ സെൻസർ നോർമലി തരുന്ന ഔട്ട്പുട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ 450 ആണ്. നമ്മൾ ഒരു ടെമ്പറേച്ചറും കൊടുക്കുന്നില്ല. ഓക്കെ, അപ്പോ 640ക്ക് മേലെയാണെന്നുണ്ടെങ്കിൽ നോർമൽ എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ്
നോർമൽ എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ് കൊടുക്കുന്നത്. വിവേകിന്റെ ക്യാമറ ഓൺ ആണ്. നോർമൽ എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ് കൊടുക്കുന്നത്. അതല്ല, അതായത് നമുക്ക് നോർമൽ കണ്ടീഷൻ ഡിറ്റക്ട് ചെയ്യണം, ചെറിയ ടെമ്പറേച്ചർ ഉള്ള ഒരു കണ്ടീഷൻ ഡിറ്റക്ട് ചെയ്യണം, ഹൈ ടെമ്പറേച്ചർ ഉള്ള ഒരു കണ്ടീഷൻ ഡിറ്റക്ട് ചെയ്യണം. ഞാൻ മുമ്പേ പറഞ്ഞ സെയിം കണ്ടീഷൻ, അതായത് തീ ഇല്ലാത്തൊരു കണ്ടീഷൻ, നമ്മുടെ ബെഡ്റൂമിൽ വെക്കുമ്പോൾ ചെറിയ തീ ഡിറ്റക്ട് ചെയ്യുന്ന ഒരു കണ്ടീഷൻ, പിന്നെ കിച്ചണിൽ വെക്കുമ്പോൾ വലിയ തീ ഡിറ്റക്ട് ചെയ്യുന്ന കണ്ടീഷൻ. ഓക്കെ. ആ ഇനി നമുക്ക് ഡിറ്റക്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ തീ എന്ന് പറയുമ്പോൾ ഈ 640 വാല്യൂ കുറയുക ചെയ്യുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു? ഞാൻ ഇത് നോക്ക്, ഇപ്പൊ ഞാൻ തീ കൊടുത്തിട്ടില്ല, ഇപ്പൊ 643 ഞാൻ തീ ചെറുതായിട്ട് കൊടുക്കാൻ പോവാ. ഓക്കെ, തീ ഞാൻ ചെറുതായിട്ട് കൊടുക്കാൻ പോവാണേ. തീ ഞാൻ ചെറുതായിട്ട് കൊടുക്കാൻ പോവാ. കണ്ടോ? ഇപ്പൊ വാല്യൂ മാറിയതുണ്ടോ? 492 എന്നൊക്കെ ആയി. ഓക്കെ, അപ്പോൾ അതായത് നമ്മൾ തീ കൂടുന്തോറും അല്ലെങ്കിൽ ടെമ്പറേച്ചർ കൂടുന്തോറും അവിടെ വാല്യൂ കുറയുക. അപ്പോൾ നമുക്ക് ചെറിയൊരു ടെമ്പറേച്ചർ ഡിഫറൻസ് തന്നെ ഡിറ്റക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ 640 എന്നുള്ളത് 540 ആക്കി. അതായത് ടെമ്പറേച്ചർ വാല്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 540 എന്ന് പറയുന്ന ഒരു കണ്ടീഷനിലേക്ക് ഇട്ടു. എന്നിട്ട് എന്താ പറയാ, സ്ലൈറ്റ്ലി ഹോട്ട്, ലൈക്ക് അങ്ങനെ ഒരു കമന്റ് ഞാൻ കൊടുത്തു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് കുറെ തീയുള്ളത് ഡിറ്റക്ട് ചെയ്യണം എന്ന് വിചാരിക്കുക. അപ്പൊ ഞാൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 332. ഓക്കെ, ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ത്രെഷോൾഡ് വാല്യൂ സെറ്റ് ചെയ്ത് നോക്കിയിട്ട് അപ്ലൈ ചെയ്യാം. വെരി ഹോട്ട്, എന്താ പറയാ, ഹൈ ടെമ്പറേച്ചർ എന്ന് പറയുന്ന ഒരു വാല്യൂ ഇട്ട് കൊടുക്കാം. ഓക്കെ, സ്ലൈറ്റ്ലി വാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇതൊന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. ഞാൻ ഈ എൽസ് കണ്ടീഷൻ മാറ്റുക. നമുക്കിവിടെ ഇപ്പോൾ ഞാൻ എഴുതിയേക്കുന്ന ലോജിക്ക് മനസ്സിലായില്ല. അതായത് അനലോഗ് പിന്നിലെ വാല്യൂ നമ്മൾ temp1 എന്ന് പറയുന്ന ഒരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്തു. എന്നിട്ട് നമ്മൾ temp1 എന്ന് പറയുന്ന വേരിയബിള് 640യേക്കാളും മേലെയാണെന്നുണ്ടെങ്കിൽ നോർമൽ ടെമ്പറേച്ചർ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ആണെന്ന് റൈറ്റ് ചെയ്ത് കാണിക്കും. പിന്നീട് 540ക്ക് താഴെയാണെന്നുണ്ടെങ്കിൽ സ്ലൈറ്റ്ലി വാം എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ, പിന്നെ 340ക്കും താഴെയാണെന്നുണ്ടെങ്കിൽ ഹൈ ടെമ്പറേച്ചർ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ. ഇത്രയാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, സ്ക്രീൻ സ്റ്റക്ക് ആണ്. സ്ക്രീൻ Hello? സ്റ്റക്ക് ആണല്ലേ? ഓക്കെ 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 ഫൈൻ. ഞാൻ ഇപ്പോഴാണ് കണ്ട മെസ്സേജ്. ഇപ്പൊ കാണാമല്ലോ. ഓക്കെ, അപ്പൊ ഞാൻ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് ഞാനിപ്പോ റൈറ്റ് ചെയ്തേക്കുന്ന കോഡില് temp1 എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു, ഫ്ലോട്ട് ആയിട്ടാണ് ഡിക്ലെയർ ചെയ്തത്. എന്നിട്ട് ആ temp1 എന്ന് പറയുന്ന വാല്യൂ നമ്മൾ അനലോഗ് വാല്യൂ, അതായത് നമ്മുടെ A0 എന്ന് പറയുന്ന പിന്നിൽ നിന്ന് ഉള്ള വാല്യൂ റീഡ് ചെയ്ത് temp1ലേക്ക് സ്റ്റോർ ചെയ്തു. ഓക്കെ, എന്നിട്ട് നമ്മൾ temp1 ജസ്റ്റ് പ്രിന്റ് ചെയ്യാനുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് എടുത്തേക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നോർമൽ ടെമ്പറേച്ചർ ഡിറ്റക്ട് ചെയ്യാനുള്ള ഒരു ലൂപ്പാണ് എടുത്തേക്കുന്നത്. temp1 എന്ന് പറയുന്ന വാല്യൂ 640യേക്കാളും കൂടുതലാണ് എന്നുണ്ടെങ്കിൽ നോർമൽ എന്ന് പറയുന്ന പ്രിന്റ് ചെയ്ത് കാണിക്കും. ഓക്കെ, ഞാൻ ഇവിടെ 640 കൊടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നോർമലി എന്റെ സെൻസർ ഇരിക്കുന്ന സമയത്ത് 640, 630, 650 ആ ഒരു റേഞ്ചിലാണ് വാല്യൂ കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ നോർമൽ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ 640 വേണ്ട 630. ഓക്കെ, ഓക്കെ, നോർമൽ ടെമ്പറേച്ചർ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ടെമ്പറേച്ചർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 630 ആണെങ്കിൽ നോർമൽ എന്ന് പറയുന്ന എഴുതി കാണിക്കും. അത് കഴിഞ്ഞിട്ട് ടെമ്പറേച്ചർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 540 ആണെന്നുണ്ടെങ്കിൽ സ്ലൈറ്റ്ലി വാം എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ എഴുതി കാണിക്കും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ടെമ്പറേച്ചർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 340 ആണെന്നുണ്ടെങ്കിൽ
ഹൈ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞിട്ട് ഒരു വാല്യൂ പ്രിന്റ് ചെയ്ത് കാണിക്കും. ഓക്കെ, ഇതാണ് ഞാനിപ്പോൾ റൈറ്റ് ചെയ്തേക്കുന്ന ഒരു കോഡ്. ഓക്കെ, നമുക്കിത് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. നമ്മുടെ ലോജിക്കിൽ എന്തെങ്കിലും പെശകുണ്ടോ എന്നുള്ളത് നോക്കാം. നമ്മൾ വിചാരിക്കുന്ന പോലെ ഈ സിസ്റ്റം വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളതൊക്കെ നോക്കാം. ഓക്കെ, ഇതാ ഇപ്പൊ നോർമൽ എന്ന് പറഞ്ഞിട്ടാണ് കാണിക്കുന്നത്. നോർമൽ. ഓക്കെ, നിങ്ങൾക്ക് ഇത് റീഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും. അതിവിടെ ഈ ലൈൻ കിടക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ നോർമൽ എന്ന് പറഞ്ഞാൽ കാണിക്കുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് ഹീറ്റ് ആക്കാം. സ്ലൈറ്റ്ലി വാം എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. ഓക്കെ, സ്ലൈറ്റ്ലി വാമിന്റെ കണ്ടീഷൻ കാണിക്കുന്നുണ്ട്, നോർമൽ കണ്ടീഷൻ കാണിക്കുന്നുണ്ട്. ബട്ട് നമ്മുടെ എന്താ പറയാ, ഹൈ ടെമ്പറേച്ചർ എന്ന് പറയുന്ന ആ ഒരു വാല്യൂ കാണിക്കുന്നില്ല. ഓക്കെ, അതെന്തുകൊണ്ടാണെന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. മേ ബി എനിക്ക് തോന്നുന്നു ആ ഒരു ത്രെഷോൾഡ് വാല്യൂ 340 എന്ന് പറയുന്ന ആ ഒരു റേഞ്ചിലേക്ക് ഒരിക്കലും എത്തുന്നുണ്ടാവില്ല. അത് കാരണമായിരിക്കണം. അപ്പൊ നമുക്ക് അതൊന്ന് ഡീബഗ് ചെയ്ത് നോക്കാം. ഡീബഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ നമ്മൾ ഈ പ്രിന്റ് ചെയ്യുന്ന വാല്യൂ മുഴുവൻ കമന്റ് ചെയ്യുക. ജസ്റ്റ് ആ ടെമ്പിന്റെ വാല്യൂ മാത്രം പ്രിന്റ് ചെയ്യാനുള്ള ഭാഗം അൺകമന്റ് ചെയ്തിട്ട് ഞാൻ എക്സിക്യൂട്ട് ചെയ്യുക. ഓക്കെ ഓക്കെ, അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും 340 ഒക്കെയാണ് കാണിക്കുന്നത്. നമുക്ക് കുറച്ചധികം നേരം ഇവിടെ തീ വെച്ച് നോക്കാം. ഓക്കെ, 148 ഒക്കെ വരുന്നുണ്ട്. നമ്മുടെ ലോജിക് സൈഡിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് കാണണം. നോക്കാം. അല്ലാന്നുണ്ടെങ്കിൽ മുമ്പേ ടെമ്പറേച്ചർ അത്ര എത്തിയിട്ടുണ്ടാവില്ല. നമുക്കൊന്നുകൂടെ നോക്കി നോക്കാം. ഓക്കെ, ഇപ്പൊ നോർമൽ എന്ന് പറഞ്ഞാൽ പ്രിന്റ് ചെയ്ത് കാണിക്കുന്നേ. ഇപ്പൊ ഇതാ സ്ലൈറ്റ്ലി വാം എന്ന് പറയുന്ന കണ്ടീഷൻ കാണിച്ചു. ഓക്കെ, ഹൈ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞ വാല്യൂയും കാണിച്ചു, സ്ലൈറ്റ്ലി വാം എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ കാണിച്ചു. ഓക്കെ, ഇത് കണ്ടോ, നമ്മൾ ഉദ്ദേശിച്ചത് പോലെ അല്ല ഇപ്പൊ നമ്മുടെ പ്രോഗ്രാം ബിഹേവ് ചെയ്തത്. അതായത് സ്ലൈറ്റ്ലി വാമും ഹൈ ടെമ്പറേച്ചറും ഒരുമിച്ചാണ് കാണിച്ചത്. അപ്പൊ നമുക്ക് ഈ ഒരു സിസ്റ്റം, അതായത് നമ്മളിപ്പോ ഈ ഡിസൈൻ ചെയ്തേക്കുന്ന ഈ ഒരു സെൻസർ നമുക്ക് ഒരിക്കലും എന്താ പറയാ, കിച്ചണിൽ കൊണ്ട് വെക്കാൻ പറ്റത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു ടെമ്പറേച്ചർ ഡിഫറൻസ് വരെ ട്രിഗർ ചെയ്ത് വർക്ക് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, അപ്പൊ നമ്മുടെ ഇപ്പൊ ഞാനിവിടെ റൈറ്റ് ചെയ്തേക്കുന്ന ആ ഒരു ലോജിക്കിൽ എന്തായിരിക്കും മിസ്റ്റേക്ക് എന്നുള്ള ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? എനിവൺ? ഞാനിവിടെ എഴുതിക്കുന്ന ലോജിക്കിൽ മിസ്റ്റേക്ക് ഉണ്ട്, അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ വന്നത്. ആർക്കെങ്കിലും? നിങ്ങൾ ചെയ്ത് നോക്ക്. ചെയ്ത് നോക്കുന്ന സമയത്ത് ഞാനിപ്പോ ഈ ചെയ്ത കോഡ് ഞാൻ ഗ്രൂപ്പിലേക്ക് ഇട്ടുതരാം. നിങ്ങളിത് ചെയ്ത് നോക്ക്. നിങ്ങൾ ചെയ്ത് നോക്ക്. എന്നിട്ട് എൻ്റെ ലോജിക്കിൽ എന്താണ് മിസ്റ്റേക്ക് ഉള്ളതെന്ന് ഒന്ന് ഐഡന്റിഫൈ ചെയ്തിട്ട് കമന്റ് ചെയ്യും. ആ സമയം കൊണ്ട് ഞാൻ ഈ ലോജിക്കിലെ മിസ്റ്റേക്ക് ഒന്ന് മാറ്റാം. മുഫ്ലിന്റെ ശരിയായിരുന്നു അനലോഗ് വാല്യൂ. ആ സാർ, വാല്യൂ മാറുന്നുണ്ട്. അതായത് ചെറിയൊരു മാറ്റമൊക്കെ വരുന്നുണ്ട് തീ കത്തിക്കുമ്പോഴും ഇല്ലാത്തപ്പോഴൊക്കെ. ചെറിയ മാറ്റം വരുന്നുണ്ടോ? ഇപ്പൊ ഞാൻ കാണിച്ച പോലെ ഉള്ള മാറ്റം വരുന്നില്ല. അതായത് കുറെ നേരം അവിടെ കത്തിച്ച് വെക്കുമ്പോ നല്ല കുറയുണ്ട്, ഒരു 100 കുറയുണ്ട്. ആ, അത് വർക്ക് ചെയ്യും. അല്ലാതെ ജസ്റ്റ് ഒന്ന് കത്തിച്ചിട്ട് ഇതാവുമ്പോ 2 3 വാല്യൂ കുറയും. ആ, പക്ഷെ അപ്പൊ അത് ലേറ്റ് വർക്കിംഗ് എത്തുന്നില്ല. ആണ്. അപ്പൊ ഡിജിറ്റൽ സർക്യൂട്ട് എന്തോ ചീത്തയായി പോയിട്ടുണ്ടെന്നോ ഉണ്ടാവും. അതുകൊണ്ടായിരിക്കണം ഡിജിറ്റൽ കറക്റ്റ് ആയിട്ട് കിട്ടാത്ത. അനലോഗ് സർക്യൂട്ട് അപ്പൊ വർക്കിംഗ് ആണ്, കുഴപ്പമില്ല. ഉം, ഉം.
ഓക്കെ. ഞാനിവിടെ എൻ്റെ ലോജിക്ക് കറക്റ്റ് ആക്കിയിട്ടുണ്ട്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഈസ് സെറ്റ് ഫ്രം 540 ആൻഡ് 340. എന്ന് വെച്ചാൽ എനിക്കത് വായിച്ചിട്ടൊന്നും മനസ്സിലായില്ല. ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഈസ് സെറ്റ് ഫ്രം 540 ആൻഡ് 340. എന്താ ഉദ്ദേശിച്ചത്? ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാമോ? അല്ലെങ്കിൽ ആ ലോജിക്ക് ടൈപ്പ് ചെയ്തിട്ടാലും മതി. എല്ലാരും ചെയ്തിട്ട് കോഡ് ഇടണേ. നോക്കട്ടെ. ഇത് അത്യാവശ്യം നമ്മുടെ ബ്രെയിൻ ഇച്ചിരി വർക്ക് ചെയ്താലേ എന്താ പറയാ ഈ ഒരു ഇറർ കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. എന്നുവെച്ചാൽ ചെറുതായിട്ട് ബ്രെയിൻ ഇച്ചിരി ചൂടാക്കണം. ഈ ടൈപ്പ് പ്രോഗ്രാം ചെയ്യുന്നവർക്ക് പെട്ടെന്ന് കിട്ടും. നിങ്ങൾ എല്ലാരും ചെയ്ത പ്രോഗ്രാം ഇങ്ങോട്ടേക്ക് ഇടണേ. കറക്റ്റ് ചെയ്തിട്ട് പ്രോപ്പർ ഔട്ട്പുട്ട് കിട്ടുന്ന പ്രോഗ്രാം. ആ രണ്ടാമത്തെ ലിമിറ്റ് ബിറ്റ്വീൻ 340 ആൻഡ് 540 അങ്ങനെ ആക്കിയൂടെ? രണ്ടാമത്തെ ലിമിറ്റ് ബിറ്റ്വീൻ 340 ആൻഡ് 540യോ? അല്ല, നിങ്ങൾ ചെയ്ത് നോക്കുക. ആ ഒരു ലോജിക്ക് കറക്റ്റ് ആയിട്ട് വർക്ക് ആവുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കി നോക്കുക. എല്ലാത്തിലും ഒരു ലൂപ്പ് ഹോൾ കാണും. ഇപ്പൊ മുസ്ലിം പറഞ്ഞ ആ ഒരു ലൂപ്പ്, ആ ഒരു കോഡിനകത്ത് ഒരു ലൂപ്പ് ഹോൾ ഉണ്ട്. കാരണം രണ്ടാമത്തെ ലിമിറ്റ് 540ക്കും 340ക്കും ഇടയിലാണെന്നുണ്ടെങ്കിൽ 630ക്കും 540ക്കും ഇടയിലുള്ള ആ ഒരു കണ്ടീഷൻ നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ടില്ല. ആ ഒരു കണ്ടീഷനിൽ സിസ്റ്റം എന്ത് പ്രിഡിക്റ്റ് ചെയ്യും, എന്ത് വാല്യൂ നമുക്ക് തരും? മനസ്സിലായോ? അതായത് നമുക്ക് 630 ടു 340 വരെയാണ് നമ്മുടെ റേഞ്ച്. അതിൻ്റെ അകത്ത് നമ്മൾ 630ക്ക് മേലെ ഉള്ള എല്ലാ വാല്യൂ നോർമലായിട്ട് സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ട്. മുസ്ലിം ഇപ്പൊ പറഞ്ഞത് രണ്ടാമത്തെ കണ്ടീഷനിൽ 540ക്കും 340ക്കും ഇടയിലുള്ള വാല്യൂ സ്ലൈറ്റ്ലി വാം എന്ന് പറഞ്ഞെടുക്കാനാ. അപ്പോ അല്ല, അത് 640 ആക്കിയാൽ പോരെ 540 എന്നുള്ളത്? ആ ഓക്കെ, അത് വർക്ക് ചെയ്യും. അവിടെ നമ്മൾ ഇടുന്ന കണ്ടീഷൻ എങ്ങനെയായിരിക്കും? ലൈക്ക് ആ ലോജിക്ക് എങ്ങനെയായിരിക്കും? ആ ഒരു ലോജിക്ക് എങ്ങനെയാ വരുന്നതെന്ന് ടൈപ്പ് ചെയ്ത് ഇടാൻ പറ്റുമോ? ഞാനിപ്പോ ഇട്ട പോലെ. ഞാനിപ്പോ ഒരു ലോജിക്ക് ഇട്ടിട്ടുണ്ട്. അതേപോലെ ഈ ഒരു ഇന്റർമീഡിയറ്റ് ആയിട്ട് വരുന്ന ആ റേഞ്ച് എങ്ങനെ ഇഫ് ലൂപ്പിനകത്ത് ഇടാൻ പറ്റും എന്നുള്ളത് ഇടാൻ പറ്റുമോ? ഓക്കെ. ഗ്രേറ്റർ ദാൻ 500 നോർമലാണ്. ഓക്കെ. ഈക്വൽ ടു 500 ആണെങ്കിൽ ഗ്രേറ്റർ ദാൻ നോക്കുക. ഓക്കെ. വിവേക് ഇപ്പൊ ഇട്ട ആ ഒരു കോഡിനകത്ത് ഒരു ചെറിയൊരു ലോജിക്കിന്റെ ഇഷ്യൂ ഇല്ലേ? കാരണം ഇല്ല, ലോജിക്കിന്റെ ഇഷ്യൂ ഇല്ല. ഓക്കെ. ഗ്രേറ്റർ ദാൻ 500 ആണ് ഒരിടത്ത്, താഴെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ്. ഓക്കെ ഫൈൻ, അത് കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യും. ഗ്രേറ്റർ ദാൻ 300 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 300. ഓക്കെ ഫൈൻ, അത് വർക്ക് ചെയ്യും. ഓക്കെ, അത് കറക്റ്റാ. ഓക്കെ, എല്ലാവരും ചെയ്ത ലോജിക്ക് ഇതേപോലെ ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. കാണുന്ന എല്ലാവർക്കും തമ്മിൽ തമ്മിൽ പല പല ലോജിക്ക് കാണാൻ പറ്റുമല്ലോ. ഇപ്പൊ ഞാൻ ചെയ്തതും ഷെയർ ചെയ്യാം. ഉം. ഞാൻ ഷെയർ ചെയ്ത ലോജിക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, എല്ലാരും ചെയ്തു കഴിഞ്ഞോ? എല്ലാരും ചെയ്തോ? ചെയ്തോ എല്ലാരും?
റിപ്ലൈ ചെയ്താ എല്ലാവരും റിപ്ലൈ ചെയ്താ ചെയ്യുന്നുണ്ടോ എല്ലാവരും? ഓക്കെ, അതിൽ ചെയ്ത് കഴിഞ്ഞെന്നാണോ ചെയ്യുന്നുണ്ടെന്നാണോ? ഓക്കെ. ഓക്കെ, ചെയ്ത് കഴിഞ്ഞെന്നാണോ? ഓക്കെ, ചെയ്യുന്നു. ഓക്കെ ഓക്കെ, ചെയ്യും. നമുക്ക് 9 PM വരെ വെയിറ്റ് ചെയ്യാം. ഓക്കെ. ഓക്കെ, വിവേക് ഇത് കംപ്ലീറ്റ് ചെയ്തില്ലേ? അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ. വിവേകിന് ഞാൻ ടാസ്ക് തരാം. ചെയ്ത് കഴിഞ്ഞ് എല്ലാവർക്കും ഒരു ടാസ്ക് ഞാൻ തരാം. ഇപ്പോ നമ്മുടെ ഈ നോർമൽ കണ്ടീഷനിൽ ഗ്രീൻ മാത്രം കത്തി കിടക്കണം. ഓക്കെ. സ്ലൈറ്റ്ലി വാം ആയിട്ടുള്ള കണ്ടീഷനിൽ യെല്ലോ കത്തി കിടക്കണം. ഹൈ ടെമ്പറേച്ചർ ആയിരിക്കുന്ന സമയത്ത് ഗ്രീൻ കത്തി കിടക്കണം. ഓക്കെ. അറ്റ് എ ടൈം ഒരു LED മാത്രമേ കത്തി കിടക്കാവൂ. ഓക്കെ. അങ്ങനെ കോഡ് ചെയ്ത് ഗ്രൂപ്പിലേക്ക് ഒരു വീഡിയോ ഇട്ടേക്ക്. ഓക്കെ, ചെയ്ത് കഴിഞ്ഞവര് നോക്കട്ടെ. കണ്ടീഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നോർമൽ ആയിട്ടുള്ള കണ്ടീഷൻ, അതായത് നോർമൽ ടെമ്പറേച്ചറിലുള്ളപ്പോൾ ഗ്രീൻ കത്തണം. സ്ലൈറ്റ്ലി വാം ആയിട്ടുള്ള കണ്ടീഷനിൽ ഗ്രീൻ കെട്ടിട്ട് യെല്ലോ കത്തണം. ഓവർ ടെമ്പറേച്ചർ, അതായത് ഭയങ്കര ടെമ്പറേച്ചർ ഡിറ്റക്ട് ചെയ്യുന്ന സമയത്ത് റെഡ് കത്തണം. ഇതാണ് ലോജിക്. മനസ്സിലായോ? അറ്റ് എ ടൈം ഒരു LED മാത്രമേ കത്താവൂ. നമ്മൾ ഇന്നലെ യുആർട്ട് കമ്മ്യൂണിക്കേഷൻ പഠിച്ചില്ലായിരുന്നു? മെസ്സേജ് എൻ്റർ ചെയ്തിട്ട് ഒരു ഔട്ട്പുട്ട് തരുന്ന രീതിയിൽ. ആ ഒരു യുആർട്ട് കമ്മ്യൂണിക്കേഷൻ നമുക്ക് മെഷീൻ ലേണിംഗുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. അതുകൊണ്ടാണ് ഞാനത് ആ ഒരു എക്സാമ്പിളും കൂടെ ആഡ് ചെയ്തത്. നമ്മൾ മെഷീൻ ലേണിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പ്രഡിക്റ്റഡ് വാല്യൂ നമ്മുടെ സിസ്റ്റത്തിലേക്ക്, നമ്മുടെ എംബഡ് സിസ്റ്റത്തിലേക്ക് കൊടുക്കുന്ന യുആർട്ട് കമ്മ്യൂണിക്കേഷൻ ത്രൂ ആയിരിക്കും. ഓക്കെ. അപ്പൊ അതിനെ പറ്റിയിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് സെഷനും കൂടെ ഞാൻ ഹാൻഡിൽ ചെയ്യും മെഷീൻ ലേണിംഗ് തുടങ്ങുന്നതിന് മുമ്പ്. ഓക്കെ. അപ്പോൾ ആ ഒരു കണ്ടീഷൻ നമ്മുടെ ഈ ഒരു വർക്ക്ഷോപ്പിനെ സംബന്ധിച്ച് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ചെയ്ത് കഴിഞ്ഞോ എല്ലാവരും? ആതിര ചെയ്ത് കഴിഞ്ഞോ? ഏബിൾ ചെയ്ത് കഴിഞ്ഞോ? ഓക്കെ ഓക്കെ, ചെയ്തോ. ഓക്കെ. ഇപ്പോൾ നമുക്ക് 9 മണി വരെ സെഷൻ കണ്ടിന്യൂ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് കംപ്ലീറ്റ് ചെയ്യാത്തവര് ഇപ്പോൾ ഈ സെഷനിലുള്ള എല്ലാവരും ഞാനിപ്പോൾ ഈ പറഞ്ഞ ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത്
ഗ്രൂപ്പിൽ വീഡിയോ ഇടണം. അതായത് എല്ലാവരും ഈ സെഷൻ ഇപ്പൊ ചെയ്യുന്ന എല്ലാവരും ഞാനിപ്പോ പറഞ്ഞ ടാസ്ക്, അതായത് വാം, ഹോട്ട്, നോർമൽ കണ്ടീഷനിലുള്ള 1000 LED ഇൻഡിക്കേഷൻ അതെല്ലാവരും ചെയ്ത് ഗ്രൂപ്പിൽ ഇടണം. അത് നിങ്ങളുടെ ഒരു അസൈൻമെന്റ് ആണ്. ഓക്കെ, അപ്പോൾ അത് ചെയ്തവർക്ക് മാത്രമേ എന്താണ് അറ്റൻഡൻസ് ഉള്ളൂ, ഇന്ന് പ്രസന്റ് ആയിട്ട് ഞാൻ കൺസിഡർ ചെയ്യത്തുള്ളൂ. ഓക്കെ, അത് റിലേറ്റഡ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യാം, കോഡ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, എല്ലാവരും ചെയ്ത് ഇതിന്റെ വീഡിയോ ഗ്രൂപ്പിൽ ഇടണം. ഓക്കെ, ഗ്രൂപ്പിൽ ഓരോരോ വീഡിയോ വന്നു തുടങ്ങിയിട്ടുണ്ട്. കോഡ് നമുക്കിപ്പോൾ ഷെയർ ചെയ്യണ്ട, കോഡ് നമുക്ക് ലാസ്റ്റ് ഷെയർ ചെയ്യാം. വീഡിയോ ഇടുന്നവർ കോഡ് ഷെയർ ചെയ്യണ്ട കേട്ടോ. കാരണം ബാക്കിയുള്ളവർ നോക്കി കോപ്പി അടിക്കാൻ സാധ്യതയുണ്ട്. വിവേക് അതങ്ങ് റിമൂവ് ചെയ്തേക്ക്, ചിലപ്പോൾ എല്ലാവരും അത് നോക്കി അങ്ങ് കോപ്പി ചെയ്താലും. വീഡിയോ ഇട്ടാൽ മതി എല്ലാവരും. ഡൗട്ട് ഉള്ളവർ മാത്രം കോഡ് ഇട്ടിട്ട് ചോദിച്ചാൽ മതി.